ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ നാം ഇരിക്കുകയും ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ള ആലോചനകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണല്ലോ. We've been sitting before the word of God and listening to what God has to speak to us. ലോകത്തിൽ 96ഓളം വാതകങ്ങൾ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ഉൾപ്പെടെ 96ഓളം വാതകങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. I understand there are almost like 96 different kinds of gases in the world. ഇതിനകത്ത് മനുഷ്യന് ശ്വസിക്കുവാനുള്ളത് ഓക്സിജനാണ്. And only oxygen we can actually inhale. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതിന് പകരമായിട്ടൊന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. There's nothing else that would substitute oxygen. ഇതുപോലെ ലോകത്തിന് നിലനിൽപ്പിന് ആധാരമായി ദൈവം നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. It is God's word that sustains us and nothing else. അത് നമ്മെ ജീവിപ്പിക്കുന്നതാണ്. It gives us life. അത് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്. It will do wonders among us. വചനത്തിന് മാത്രമേ ആത്മപകർച്ചയിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയത്തുള്ളൂ. Only the word of God can lead us into the life in the spirit. തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് വചനം ഭരമേൽപ്പിക്കുന്നതാണ്. And the Titus says that the word of God actually entrusts things to us. അപ്പം വചനം ചിലത് നമ്മെ ഭരമേൽപ്പിക്കുവാനിടയായിട്ട്, The word of God actually entrusts some things to us. ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. I pray that tonight let that happen. ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം അത് 84-ാം സങ്കീർത്തനത്തിലേക്കാണ് വരുന്നത്. We are turning to Psalms number 84 tonight's meditation. 3-4 വാക്യങ്ങൾ ഏറ്റവും പരിചിതമായ വാക്യങ്ങളാണ്. And 84, Psalms 84 verses 3 and 4 are very familiar scriptures to all of us. ആ ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. The bird also has found a house, and the swallow a nest for herself, where she may lay her young. എൻ്റെ രാജാവും എൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവേ, അങ്ങയുടെ യാഗപീഠങ്ങളിൽ തന്നെ. Even the altars, O Lord of hosts. 4-ാം വാക്യം പറയുന്നത്: അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചു. How blessed are those who dwell in your house, they are ever praising you. 4-ാം വാക്യത്തിൽ നിന്ന് ഞാൻ ഇന്ന് രാത്രി സന്ദേശം ആരംഭിക്കാം. Let me begin from verse number 4. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചു. Blessed are those who dwell in your house, and they are ever praising you. ഭാഗ്യ നിർഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. You and I live in a culture, in a society where we talk about luck and bad luck. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നന്നായിട്ട് അറിയാം എന്താണ് ഭാഗ്യം, എന്താണ് നിർഭാഗ്യം. And those of us who live in this modern society, we understand very well what does it mean to have a blessed experience or unlucky experience. പക്ഷെ ഒരു കാര്യം സത്യമാണ്. But one thing is for sure. ഇപ്പൊ ഭാഗ്യമാണെന്ന് പറയുന്നത് പലതും നാളെ നിർഭാഗ്യമായി മാറാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. Whatever you call today something lucky or blessed, it probably can be turn out to be something unlucky tomorrow. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പേസിൽ പോയ കുറച്ച് പേര് ഭാഗ്യമായിരുന്നു, പോയപ്പം നിർഭാഗ്യമാകാതിരിക്കട്ടെ. I pray that not happen to us, and those people who went to space. It was a blessed experience, exciting thing. They went to space and they are kind of stuck there. I hope that it will not turn out to be an unlucky event. 1-2 സംഭവങ്ങൾ ഞാൻ പറയാമേ. I wanted to share one or two things. ഒന്ന്, കേരള ഗവൺമെന്റിന്റെ സംസ്ഥാന ഭാഗ്യക്കാരുടെ 1ാമത്തെ സമ്മാനം ഒരു മനുഷ്യന് ലഭിച്ചു. The fellow who actually won the Kerala Lotto, ആ ടിക്കറ്റ് മാറാനായിട്ട് അദ്ദേഹം ബാങ്കിലേക്ക് പോയ വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചു. this fellow went to actually cash his ticket, and on the way to the bank actually he died in an accident. ടിക്കറ്റ് ആദ്യം ഭാഗ്യമായിരുന്നു, തൊട്ടടുത്ത നിമിഷം അത് തന്നെ നിർഭാഗ്യമായി മാറി. The ticket of the lotto was a blessing the first moment, but that very same thing became an unlucky thing in the next moment. വേറൊരു സംഭവം ഓർക്കുന്നുണ്ട്. I remember another incident. കുറെ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു കാർ യാത്ര. Few friends together traveling in a car. പോകുന്ന വഴിക്ക് കാർ ഒരു ആക്സിഡന്റിൽ പെട്ടു. 180 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. And on the way they met with an accident, and the vehicle actually went down into a ditch that is 150 feet deep. എല്ലാവരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. All of them actually miraculously got saved. ചെറിയ പരിക്കുകൾ. Just with a few injuries. അവര് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് ചെന്നു. They went to a nearby hospital for treatment. ഡോക്ടേഴ്സ് പറഞ്ഞു വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. And the doctor said you probably need specialty treatment. പെട്ടെന്ന് അവിടെ വാഹനങ്ങൾ കിട്ടാഞ്ഞത് കൊണ്ട് രോഗിയെ കൊണ്ടുവന്ന മറ്റൊരു ആംബുലൻസിൽ
എല്ലാവരെയും കൂടെ ഒന്നിച്ച് കയറ്റി വിട്ടു. And therefore, they did not find right vehicles at the right very moment, so they found an ambulance nearby. So all of them got into the same this ambulance, and they were sent away. എല്ലാവരും കൂടെ പോകുന്ന വഴിക്ക് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു, 3 പേര് മരിച്ചു. And the ambulance actually got into an accident. Out of the whole group, 3 people died. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ലോകം. This is the world, people of God. ഇപ്പം ഭാഗ്യമാണെന്ന് പറയുന്നത് പലതും അടുത്ത നിമിഷം നിർഭാഗ്യമായി മാറാൻ സാധ്യതയുള്ള ഒരു ലോകം. So you live in a world where things look lucky and good right now. It can turn out to be something just the opposite the next moment. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാ, But the psalm is saying here, മണിക്കൂറുകൾ എത്ര മാറിയാലും, it doesn't matter how many hours gone, ദിവസങ്ങൾ എത്ര മാറിയാലും, it doesn't matter how many days has passed by, മാസങ്ങൾ എത്ര it കടന്നുപോയാലും, doesn't matter how many months passes away, ആണ്ടുകൾ എത്ര കൊഴിഞ്ഞു how many പോയാലും, years passes away. മാറാത്ത ഒരു ഭാഗ്യമുണ്ട്. There's one blessed experience that never changes. അതെന്താണെന്നറിയാമോ? You know what is that? ദൈവത്തെ സേവിക്കുന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. Serving God is the greatest or the luckiest things in the world. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ കണ്ടുമുട്ടിയതാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടെ കര ഉയർത്തിപ്പിടിച്ച ഒരല്പസമയം Those of you ദൈവത്തെ sitting here, if you can say the blessed things that happened in my life, it is serve God, you may lift your hands along with me and praise God tonight. ഹല്ലേലൂയ. Hallelujah. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാ. Blessed are those who dwell in your temple. ആരാ പറഞ്ഞത് ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യാന്ന്? Who said it is blessed thing to dwell in the house of the Lord? നമ്മളെല്ലാരും പറഞ്ഞു. We all said it. നമ്മളെല്ലാരും പറഞ്ഞത് നമ്മുടെ അഭിപ്രായമല്ല. We did not say our own opinion. ഒരാൾ എഴുതിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. We actually kind of quoting from what someone has written. ആരാ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്? അതിന്റെ ഹെഡിങ്ങിലുണ്ടല്ലോ, സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. The title itself makes it very clear, for the choir director on the Gittith, a psalm, the sons of Korah. ഗത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പാട്ടിന്റെ താളമാണ് ഗദ്യരാഗം. And Gath is a place, and the music that comes from that particular place is actually called the Gittith. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രത്യേകതരം താളത്തിൽ പാടുന്ന പാട്ടാണ് ഗദ്യരാഗം. As we call the Carnatic music, this is also a style of music. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗദ്യരാഗത്തിൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാ? And who are the people singing this? കോരപുത്രന്മാരാ. They are the sons of Korah. കോരപുത്രന്മാരാരാ? Who are the sons of Korah? കോരപുത്രന്മാരാരാ? അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഒർലാൻഡോ സഭയിലുള്ള ദൈവമക്കളോട് ചോദിച്ചു, കോരപുത്രന്മാരാരാന്ന്. അവർ പറയാ കോരകിൻ്റെ മക്കളാ കോരപുത്രന്മാരെന്ന്. അത് റാന്നിയിരുന്നാലും എനിക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. There's nothing, you don't need to be a rocket scientist, you don't need to, there's nothing great about it. If I were to just come and ask you who are the sons of Korah, and you tell me they are the sons of Korah, what great thing about it? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചവരുടെ പേരെന്താണെന്നറിയാമോ? I just asked their names. കോരകിൻ്റെ മക്കളുടെ പേരോ? ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ചിലർ ഇരിപ്പോട്ടിട്ട് സ്വന്തം പേര് പോലും അറിയാത്ത പോലെ ആയിപ്പോയിരിക്കുന്നത്. Turn to Exodus chapter 6. ഇവ കോരഹിയ കുലങ്ങൾ, കോരഹിന്റെ പുത്രന്മാർ. പുറപ്പാട് 6:24. കോരഹിന്റെ പുത്രന്മാർ. The sons of Korah, Asir, Elkanah, Abiasaph, and these are the families of Korahites. അപ്പോൾ കോരഹിന് 3 മക്കളാ. So you're talking about 3 sons. 3 മക്കളാന്ന് മാത്രമല്ല, പശു പറഞ്ഞ പോലെ 3 ആമക്കളാ. We're talking about 3 sons actually. എനിക്ക് 3 ആൺപിള്ളേരാണേ. I have 3 boys. ഇവിടെ കോരഹിന്റെ പിള്ളേരുടെ പേരാ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പിള്ളേരുടെ പേര് ഞാൻ പിന്നെ പറയാം. I'm just talking about, I'm going to say about the names of the sons of Korah. I'll talk about my children's name later. കോരഹിന്റെ പുത്രന്മാരുടെ പേരെന്തൊക്കെയാ? അസൂർ, എൽക്കാന, അബിയാസാവ്. Asir, Elkanah, and Abiasaph. നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞേ. Asir, അസൂർ, എൽക്കാന, and Abiasaph. ഞാൻ ഈ റാന്നിക്കാരായോണ്ട് ബന്ധം പറയുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബന്ധമൊക്കെ പറയുന്നത്. Since I am from Rani, we are pretty good in actually tracing relationship. So that's the reason I'm talking relationship here. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചർച്ചിൽ നമ്മുടെ പാസ്റ്റർമാർ സങ്കീർത്തനം പ്രസംഗിക്കുമ്പോൾ
കോരപുത്രന്മാരുടെ പല സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട്. I know in your church, as your pastors read from Psalms, they read many sons of Korah. ഏതേലും സങ്കീർത്തനത്തിനകത്ത് അസൂർ എഴുതിയ സങ്കീർത്തനമെന്നോ എൽക്കാന എഴുതിയ സങ്കീർത്തനമെന്നോ അബിയാസാവ് എഴുതിയ സങ്കീർത്തനമെന്നോ എല്ലാം വായിച്ചിട്ടുണ്ടോ? Have you ever come across any of the Psalms with the title, the Psalm of Asir, Abiasa, any of those? ഇല്ല. എല്ലാ സങ്കീർത്തനത്തിലും കോരപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് In all the Psalms ascribed to them, all it says that the sons of Korah, no particular name. അപ്പോൾ ഇവരാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ അപ്പൻ ആരാണെന്ന് നമ്മൾ പഠിക്കണം. So in order to understand who these people are, we need to understand who their father is. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? You're all with me, right? ബന്ധം കേൾക്കാൻ ഇഷ്ടമാണോ? Would you like to know about relationships? ഈ ബന്ധം മനസ്സിലായില്ല, ഇന്ന് രാത്രിയിലെ മെസ്സേജ് ഒന്നും മനസ്സിലാകത്തില്ല. If you don't understand the relationship, you probably won't understand the message tonight. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കോരകാരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ആ ജീനിയോളജി, ആ വംശാവലി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. So tonight I wanted to speak something about who is Korah. I want to talk a little bit about, explore a little bit about the genealogy. സംഖ്യാപുസ്തകം 16:1 കോരകാരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണാം. In book of Numbers, chapter number 16 and verse 1, where we read about who is Korah. ആ വാക്യത്തിൽ കോരകാരാണെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. Now Korah, the son of Issachar, the son of Kohath, the son of Levi. നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ, ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. Amen. അപ്പൊ കോരകാര ഇസ്സഹാരിന്റെ മോന. He is son of Issachar. ഇസ്സഹാർ ആരാണ്? Who is Issachar? കെഹാത്തിന്റെ മകനാണ്. Son of Kehath. കെഹാത്ത് ആരാണ്? Who is Kehath? ലേവിയുടെ മകൻ. Son of Levi. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. You know, Levi, son Kohath, son Issachar, and then Korah. ഈ വാക്യം, ഈ വംശാവലി ഞാനൊരു ചെറിയ വ്യത്യാസം വരുത്താൻ പോവാണേ. So I'm going to make a little shift to this genealogy. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ? What did we say now? ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്സഹാരിന്റെ മകൻ കോരഹ്. So we started from Levi to Kohath and Issachar to Korah. ഞാൻ വരുത്താൻ പോകുന്ന വ്യത്യാസം, The change that I'm planning to make, ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ അമ്രാമിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് വരും? അത് തന്നെ ചിലരാകെപ്പാടെ കൺഫ്യൂസ്ഡായി. ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറപ്പാട് 6:18, പുറപ്പാട് 6:20, 2 വാക്യം വായിച്ചു. Exodus chapter 6 verses 18 then 20. വായിച്ചോ. കെഹാത്തിന്റെ ആയുഷ്കാലം 133 മതി. 20 വാക്യം. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ മതി. Amram married his father's sister Jochebed, and she bore him Aaron and Moses. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. Everyone listen here. Levi, Levi, ലേവിയുടെ മകന്റെ പേര് Levi's son, കെഹാത്ത്. Kehath. കെഹാത്തിന് 4 പിള്ളേര്. And Kehath has 4 children. ആരൊക്കെയാ? 1 അമ്രാം, Amram, 2 ഇസ്സഹാര്, Issachar, 3 ഹെബ്രോന്, Hebron, 4 ഉസിയേല്. Uziel. ഈ അമ്രാം എന്ന് പറയുന്ന മോന് Amram, the son, യോക്കെബേദിനെ വിവാഹം കഴിച്ചു. married Jochebed. അങ്ങനെ അമ്രാമിന് 2 പിള്ളേരുണ്ടായി. And Amram had 2 kids. ആരൊക്കെയാണത്? Who are the 2? മോശെ അഹരോനും. Moses and Aaron. അമ്രാമിന്റെ നേരെ അനിയന്റെ പേരാണ് The one that is next to Amram, ഇസ്സഹാര്. Issachar. ഇസ്സഹാരിന്റെ മോന്റെ പേരെന്താണ്? Who's the son of Issachar? ഇസ്സഹാരിന്റെ മോന്റെ പേര് കോരഹ്. And his name is Korah. അപ്പൊ മോശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കോരഹാരാണ്? And who is Korah in relation to Moses? മോശയുടെ Moses' അപ്പന്റെ father's അനിയന്റെ brother's മോൻ. son. അപ്പന്റെ അനിയന്റെ മോന് ഇവിടെ എന്താ പറയുന്നത്? റാന്നിയിലാണ് ഉപ്പാപ്പൻ്റെ മോനെന്ന് പറയും, തിരുവനന്തപുരത്താണ് ചെറിയച്ഛൻ്റെ മോനെന്ന് പറയും, തൃശ്ശൂരാണ് കൊച്ചച്ഛൻ്റെ മോനെന്ന് പറയും, ഇവിടാണ് പറയും
ഫസ്റ്റ് കസിൻ്റെ മോൻ എന്ന് പറയാം അല്ലേ? Amen. Father's brother's son is actually called first cousin, and of course in Kerala and different places they call different names. ഒരു പാതി സമാധാനമായി. ഉദ്ദേശിമാരെല്ലാം കൂടെ പ്രസംഗിക്കുന്ന കേട്ടാ നമ്മളോർക്ക് എങ്ങാണ്ട് മഹോദ്രവകാലത്തു നിന്ന് കയറി വന്ന മനുഷ്യനാ കോരകാരന്. We will think, now you understand things a little better. Not that Korah is somebody who came from a great tribulation നിങ്ങൾക്ക് also. മനസ്സിലായോ സത്യത്തിൽ കോരകാരാന്ന്? You understand who is Korah? മോശയുടെ ഉപ്പാപ്പന്റെ മോനാ കോരക്. And Korah is actually Moses' cousin. ഹലോ, മോശയുടെ പേര് എഴുതിയിരിക്കുന്നത് പോലാണോ കോരകിന്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? Do you think Korah's name is mentioned just like Moses' name is mentioned? ഏത് കാറ്റഗറി പെടുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ബൈബിള് തന്നെ I don't need പറഞ്ഞിട്ടുണ്ട്. to tell you what category he is included. Bible is explicitly makes it very explicit. സംഖ്യാപുസ്തകം 26:10 വായിച്ചേ. സംഖ്യാപുസ്തകം 26:10. Numbers 26 and verse number 10. അവിടെ എഴുതിയിരിക്കുക, ഭൂമി വായ് തുറന്ന് അവരെയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അടുത്തത് അവർ ഉറക്ക വായിച്ചേട്ടാ. ഉണ്ടോ? ഭൂമി വായ് തുറന്ന് അവരെയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരകിന്റെ പുത്രന്മാർ മരിച്ചില്ല. The earth opened its mouth and swallowed them up along with Korah. When that company died, when the fire devoured 250 men, so that they became a warning. Sons of Korah, however, did not die. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. I want you to underline that word. They become a warning. അവർ ഒരു അടയാളമായി തീർന്നു. Bible says they become a sign, a warning sign. ഹലോ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. Come on, everybody, listen. കയ്യിലിരിപ്പ് നോക്കിയ പുസ്തകത്തിൽ കയറാൻ ഒരു യോഗ്യതയില്ല. If you really look at the works they do, the activities, they have no right to enter into the Holy Bible. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? You know what is the reason why their names are written here? പ്രിയപ്പെട്ടവരെ, ഇവരെ പോലെ ജീവിച്ചാൽ ഇങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നാട്ടുകാരെ കാണിക്കാൻ ദൈവം എന്താക്കി വെച്ചിരിക്കുക? അടയാളമാക്കി വെച്ചിരിക്കുക. So they were put actually in the scripture, they were left alone for one reason, because God wants them to be a warning sign for rest of the people. If you were to live like this, you too will end up become like them. യൂദയുടെ പുസ്തകം 6-ാം വാക്യവും 11-ാം വാക്യവും, നിങ്ങളോ സകല ഒരിക്കലും പറഞ്ഞു എങ്കിലും കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാക്കാതെ പോയ ദൂതന്മാർ അതുപോലെ സോദോം ഗൊമോറ. 11-ാം വാക്യം, അവർക്കയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ അകപ്പെടുകയും കോരകിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. 6 കൂട്ടരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Jude, reading from verse 6 onwards, it talks about 6 different categories of people. ഒന്ന്, മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട ജനം. First, people who actually escaped from Egypt. 2, വാഴ്ച കാക്കാത്ത ദൂതന്മാർ. The angels who did not keep their job. 3, സോദോം ഗൊമോറക്കാര്. The third group is actually people of Sodom and Gomorrah. 4, കയീന്. The fourth one is Cain. 5, ബിലയാമ്. The fifth one is Balaam. 6, കോരക്. The sixth one is Korah. ഇവർ എവിടെ ഇരിപ്പുണ്ടെന്നാ പറയുന്നത്? Where are they? ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിലുണ്ടെന്ന്. They are in your banquet. ഹലോ, Amen. നിങ്ങളുടെ ചർച്ചിൽ ഉണ്ടെന്ന് ഇവരെല്ലാം. Says they are in your church. എവിടുത്തെ ചർച്ച്? Which church? എവിടുത്തെ ചർച്ചിലാ ഇവരില്ലാത്ത? Which church they are not present? അതെന്നെ പാസ്റ്റർ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലാകാത്ത? And you would probably say, why then we don't understand it, pastor? അതും മനസ്സിലാകണ ചില സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ട്. For you to understand, there should be a special occasion. ഈ അരിക്കകത്ത് കിടക്കുന്ന കല്ല് നമുക്ക് ആർക്കെങ്കിലും എപ്പോഴും മനസ്സിലാവുമോ? Do you recognize a stone that is in the rice? അത് കഴുകിയിടുമ്പോഴും ചിലപ്പോൾ അതിനകത്ത് കിടക്കും. When you wash the rice, it is there. അത് ഈ വെള്ളത്തിനകത്ത് തിളയ്ക്കുമ്പം ശരിക്കും പറഞ്ഞ എൻ്റെ ദൈവമേ, അരിയെക്കാട്ടി തിളയ്ക്കുന്നത് കല്ല. ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കല്ല. When you actually boil the rice,
This stone also actually boil. In fact, it hits against the metal and makes a noise. അഭിഷേകം ഒന്നും കണ്ടോണ്ട് അളക്കാനൊന്നും പറ്റത്തില്ല. Just because somebody is just jumping up and down, you cannot measure spirituality. ഇച്ചിരൂടെ ഒന്ന് ഊറ്റുമ്പം കല്ല് അത് കൃത്യമായിട്ട് ഒതുങ്ങി കിടന്നോളും. And when you drain the rice, it also kind of go along with the rice. വിളമ്പും വല്ല കുഴപ്പമുണ്ടോ? And when you serve it on a plate, ഒരു കുഴപ്പമില്ല. nothing is happening to the stone. ശരിക്കും ഇത് കറിയുടെ കൂടെ ഉരുട്ടി ചവയ്ക്കുമ്പോഴാ കല്ലാണോ അരിയാ? അപ്പൊ പല്ലേ തൊടുമ്പോഴാ യഥാർത്ഥത്തിൽ അറിയുന്നത് കല്ലാണോ അരിയാണോ. When you pour some curry and then roll it, and when you start chewing it, you will really understand the true nature of the stone. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുക, Let me ask you tonight. നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് ഒരടയാളമായിട്ടാണോ ഇരിക്കുന്നത്, അതോ ഒരനുഗ്രഹമായിട്ടാണോ? So wherever God has placed you, are you a warning or are you a blessing? ഒർലാൻഡോയിലുള്ള ദൈവമക്കളെല്ലാം അനുഗ്രഹമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. I just believe all the people here in Orlando are a blessing. അങ്ങനെ ഞാനങ്ങ് പറയാം. I declare it. എനിക്കങ്ങനെ പറയുന്നതിന് ഒരു മുടക്കവും ഇല്ല. കാര്യം ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് പോകും. It doesn't cost me anything because I will leave this weekend. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം. But you should ask your conscience tonight. എന്നെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിനകത്ത്, എന്നെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിനകത്ത്, എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിനകത്ത് ഞാൻ ഒരു അടയാളമാണോ അതോ ഞാൻ ഒരു അനുഗ്രഹമാണോ? You should ask yourself this question in my home, in my society, in my church, wherever I am placed. Am I just a sign or am I a blessing? നമ്മൾ ഒരു അടയാളമായിട്ട് അവസാനിക്കാനല്ല കാൽവറിയിൽ എൻ്റെ യേശു നമുക്ക് വേണ്ടി രക്തം തന്നത്. Jesus did not die on the cross, shed his blood so that you just end up becoming a sign. എത്ര പേര് ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ട്? How many of you desire tonight? എനിക്കൊരു അടയാളമായിട്ട് അവസാനിക്കേണ്ട, എനിക്കൊരു അനുഗ്രഹമായി മാറണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി? How many of you desire tonight? I don't want to end up becoming a sign of warning, but I want to be a blessing, oh God. ദൈവരാജ്യത്തിൽ എനിക്കൊരു അനുഗ്രഹമായി മാറണം. I want to be a blessing to the kingdom of God. അബ്രഹാം ഒരു അനുഗ്രഹം. Abraham was a blessing. സ്വച്ഛാരാധനക്കാർ അടയാളമായിട്ട് മാറും. You know, those who are worshipping self on selfish ways, you become a warning sign. ദ്രവ്യാഗ്രഹികൾ അടയാളമായിട്ട് മാറും. Greedy people become a sign. സ്ഥാനമോഹികൾ അടയാളമായിട്ട് Those who desire power and position, you become a sign. അത്യാഗ്രഹികൾ അടയാളമായിട്ട് Greedy മാറും. people become a sign. ഞാൻ പറഞ്ഞതല്ല, യൂദാ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതാ. I'm not making this up. This is what Jude says. ഉത്തരവാദിത്വമില്ലാത്തവർ ഒരു അടയാളമായിട്ട് മാറും. Those who do not take responsibility seriously, you become a sign. ഇന്ന് രാത്രി എനിക്ക് അടയാളമാകണോ അതോ അനുഗ്രഹമാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. Tonight you decide, do you want to be a sign or a blessing? ദൈവരാജ്യത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, ദേശത്ത് ഒരടയാളമായിട്ട് അവസാനിക്കണോ അതോ ഒരനുഗ്രഹമായി Do you മാറണോ? want to end up becoming a sign in your home or in the kingdom of God, or do you want to be a blessing to the people at home or church and society? ഘോരകടയാളമായി മാറി. Korah became a symbol. പക്ഷേ ഒരു വലിയ ഡിഫറൻസ് അവിടെ കിടപ്പുണ്ട്. But there is a big difference there. അപ്പൻ അടയാളമായതുകൊണ്ടോ അപ്പന്റെ മേൽ ശാപം ഉള്ളത് കൊണ്ടോ അതൊന്നും തലമുറയുടെ മേൽ വ്യാപരിക്കണമെന്നില്ല. നിന്റെ ആറ്റിറ്റ്യൂഡാണ് നിന്നെ വ്യത്യസ്തനാക്കി But മാറ്റുന്നത്. there is a difference here. Just because your dad was a symbol, that doesn't mean that you too should become a symbol. കഴിഞ്ഞ വരിയിൽ അപ്പൻ മരിച്ച ചരിത്രം പറയുമ്പം തൊട്ടടുത്ത വരി ആരംഭിക്കുന്നത് ഉറക്കപ്പറ മക്കൾ ജീവിച്ച ചരിത്രം പറഞ്ഞുകൊണ്ടാ. In the previous verse, ending up saying that the death of the father and the other rebellious people, but the very next verse about talking about the survival of the children. എൻ്റെ ദൈവമേ, തകർന്ന കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്നവരാ ഞങ്ങളൊക്കെ. We all born and raised in broken homes. ശാപം കിട്ടിയ കുടുംബത്തിനകത്ത്. You know, we come from cursed homes. ഞങ്ങളൊക്കെ കുടിയേറ്റക്കാരാ. We actually were encroachers. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം? കുടിക്ക് ഒരു കുറവില്ലാത്തവര്.
It basically means that we are drunkards, actually. എന്റെ അമ്മച്ചന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാം തരം കുടിയന്മാരായിരുന്നു. My uncles were actually drunkards, എന്റെ alcoholics. അപ്പന്റെ ചേട്ടനൊക്കെ കുടിച്ച് ചത്തതാ. And people who die, they drank to death. കഴിഞ്ഞ വരി അടയാളമായ ചരിത്രമാണെങ്കിൽ അടുത്ത ലൈൻ ആരംഭിക്കുക. ഉറക്കപ്പറ അനുഗ്രഹത്തിന്റെ The ചരിത്രം. last verse ended saying about death, but the next verse is starting as a blessing and a survival and a life. ഇന്ന് രാത്രി ഞാനൊരു ദൂതാത്മാവി പറയുകയാ. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. Forget your past. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവുക. അടുത്ത ഒരു വരി എഴുതുന്ന രാത്രിയായതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് The Lord is speaking to you tonight that do not worry about your past. Think about your past and the experiences, bitter experience you had. But tonight be the night when God begins a new line. It really speaks about the life overflowing for you. ഈ രാത്രി ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. Tonight is a night where God is going to do some great വലിയൊരു things. ബിഗ് ഡിഫറൻസ് ദൈവം വരുത്താൻ പോകുന്ന God രാത്രിയാണ്. is going to bring some great difference in your life. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ഇതെന്റെ ലൈഫ് ടേൺ ചെയ്യുന്ന രാത്രിയാണ്? How many of you believe that this is the night that God turns my life? എന്നോട് പരിശുദ്ധാത്മാവ് ഈ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാ. ഇങ്ങനെ പോകത്തുള്ളെന്ന് പറയുന്ന ചിലരോട് ഇന്ന് രാത്രി പറ, ഇങ്ങനല്ല പോകുന്നത്. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രക്ഷസി രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തേച്ച് പുതിയതൊന്ന് ദൈവം നിന്നിൽ ആരംഭിക്കാൻ പോകുകയാണ്. As I was thinking and praying about what to speak here, God said, people who are saying this is how things are going to go, things are not going to really change. The Spirit of God told me that no, that's not how things are going to turn. I'm the God who will stop the wars. I will break the chariots and set them into fire, and I will bring something new, begin something new in your life. ഇന്ന് രാത്രി ഒരു ബ്രേക്ക് ത്രൂ എന്നിൽ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പാണ്? How many of you believe tonight can be a night of breakthrough in my life? ധൈര്യമായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ Come on, children, say it with confidence. എന്റെ ബ്രേക്ക് ത്രൂവിന്റെ Tonight is my breakthrough night. വിശ്വസിക്കുന്നവരൊക്കെ ഒരു അല്പസമയം Come on, everybody, just worship God if you believe that tonight. ഇത് നിന്റെ കുടുംബത്തിന്റെ ബ്രേക്ക് ത്രൂവിന്റെ This is a breakthrough for your family. ഇത് നിന്റെ തലമുറയുടെ ബ്രേക്ക് ത്രൂവിന്റെ Tonight is a breakthrough for your generation. ജീവിതത്തിന്റെ ബ്രേക്ക് ത്രൂവിന്റെ Tonight is a breakthrough for your family, your life. ആരാ ഇത് ഉണ്ടാക്കുന്നത്? ബ്രേക്ക് ത്രൂ ആരാ So ഉണ്ടാക്കുന്നത്? who is bringing this breakthrough? അത് വന്ന പാസ്റ്റർ അല്ല ഉണ്ടാക്കുന്നത്. It is not the pastor, guest pastor bringing it. ഇവിടെ ഉള്ള പാസ്റ്റർ അല്ല Not ഉണ്ടാക്കുന്നത്. your existing pastor making it. നിങ്ങളാ ഉണ്ടാക്കുന്നത്. You are the one making it. നിങ്ങളാ ഉണ്ടാക്കുന്നത്. You are the one making it. ഞങ്ങൾ ഇന്ന് രാത്രി ഹെൽപ്പ് ചെയ്യുന്നത് We are only മാത്രമേ. helping. കോരകിന്റെ പുത്രന്മാർക്ക് മനസ്സിലായി അപ്പന്റെ കൂടെ നിന്നാ ഞങ്ങൾ ചാകും. ഞങ്ങൾക്ക് ചാകണ്ട, ഞങ്ങൾക്ക് ജീവിക്കണം. അവരോടി വന്ന് ആലയത്തിലെ യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചു. അവരാ വ്യത്യാസം ഉണ്ടാക്കിയത്. You understand, the sons of God have decided one thing, that now that day we don't want to die, we don't want to perish with our father. They ran away from the father. They came to the altar holding on to the horns of the altar and said, God save us. They are the ones who made a difference. നിനക്കുള്ള വഴികളെല്ലാം കാൽവറിയിൽ തുറന്നു കിടക്കുക. All the doors are open for you at Calvary. നിനക്കുള്ള വഴികൾ സാധ്യതകളല്ലോ കാൽവറിയിൽ തുറന്നു കിടക്കുക. All the roads, all the possibilities are open in Calvary. മറ്റൊരുത്തനിലും രക്ഷയില്ല. Salvation is not found in anybody else. രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം ഉറക്കെ വിളിക്ക്, യേശുവേ. Oh, there is no other name, but there is one name, under the heavens given among men. That's the name of Jesus. Call that name tonight. എത്ര പേര് രാത്രി ഉറക്കെ വിളിക്കും യേശുവേ? How many of you cry aloud, Jesus? Are you ready to call Jesus? ഇന്ന് രാത്രി യേശുവിനെ വിളിക്കുവാൻ നീ തയ്യാറാണോ? എത്ര പേര് രാത്രി ഉറക്കെ വിളിക്കും? How many of you cry aloud, Jesus? മധ്യസ്ഥന്മാരെ വിടന്നേ. We don't need mediators. ഒരു മധ്യസ്ഥനും രക്ഷിക്കത്തില്ല. No, none of the mediators are going to save you. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം വീട്ടിൽ കയറുമ്പോ, when a curse come to your home, അപ്പൻ കത്തിച്ചാകുമ്പോ, when your father is just dying in fire, രക്ഷപ്പെടാൻ അവരാദ്യം ചെന്നത് മോശയുടെ അടുക്കലായിരിക്കും. the first place they went was to Moses. മോശ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് ചിരട്ടെ പോലും തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. And Moses
says that I can't even touch anything, even a small article in your house. അവരെടുത്തത് അഹരോന്റെ അടുക്കൽ ചെന്ന് കാണും. And they must have gone to Aaron. അഹരോനും പറഞ്ഞു, നിങ്ങളുമായി ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. And Aaron must have said, we have no relationship with you. അടുത്തവര് മിരിയാമിന്റെ അടുക്കൽ ചെന്ന് They കാണും. probably went to Miriam. എവിടോ വായിച്ച ഒരു കഥയുണ്ട്. There's a story that I read somewhere. ഒരു പള്ളി കമ്മിറ്റിക്കാര് അവരുടെ പള്ളിയുടെ മുമ്പിൽ 3 ഫോട്ടോ വെച്ചു. There's a church committee placed 3 pictures, photos in front of the church. നമ്മുടെ നാട്ടിൽ എവിടെ ഫോട്ടോ വെച്ചാലും അതിന്റെ മുമ്പിൽ ഒരു പെട്ടിയും വെക്കും. You know, in Kerala, in India, if you put any pictures, they'll also put an offering box in front. ഒരു വർഷം കഴിഞ്ഞ് ഈ പെട്ടി അവര് തുറന്നു. After 1 year, they opened the box. ഒന്നാമത്തെ ഫോട്ടോ യേശുവിന്റെ ഫോട്ടോയാണ്. First picture is a picture of Jesus, and they opened that box ആ right in front of it. ബോക്സ് തുറന്നപ്പോ 8000 രൂപ ഉണ്ടായിന. They found 8,000 rupees in that box. രണ്ടാമത്തെ ഫോട്ടോ യേശുവിന്റെ അമ്മയുടെ ഫോട്ടോ. The second box is Jesus' mother's picture. അതിനകത്ത് 85,000 രൂപ. It had 85,000 rupees in it. മൂന്നാമത്തെ ഫോട്ടോ യേശുവിൽ വിശ്വസിച്ച ഒരു തിരുമേനിയുടെ ഫോട്ടോ. And the third one is actually a bishop who believed in Jesus. 1,85,000 രൂപ പെട്ടിക്കത്തിരും. 185,000 rupees in that box. സത്യത്തിൽ ആർക്കാ ശക്തിയുള്ളത്? So who has power? ദൈവം ആരാന്നറിയാതെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ കെടുത്തുന്ന ഒരു തലമുറയിൽ നമ്മൾ ഇന്ന് രാത്രി ഉറക്കെ പറയും, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മാനവരുടെ രക്ഷയ്ക്കായി ഒരു നാമമുണ്ട്. യേശു നാമമല്ല. ഉറക്കെ വിളിക്കും സഹോദരങ്ങളെ. യേശുവെന്ന് വിളിക്കുന്നത് എന്തിനാ ലജ്ജിക്കുന്നേ? Tonight, in a culture, in a society that do not really understand the true source of power, and they just deny the power, you and I should declare as to who is the real power, who can save us. His name is Jesus. ഹല്ലേലൂയ. അവരോടി വന്ന് യാഗപീഠത്തിന്റെ കൊമ്പ് പിടിച്ചു. They came running, holding on to the horns of the altar. അത്ര നേരം വന്ന തീ അവിടെ നിന്നു. And the fire that came thus far stopped. അവര് പറയാ ആലയം ഭാഗ്യമാണെന്ന്. And they are the ones telling, dwelling in the house of the Lord is a blessed thing. ഞാൻ ചോദിച്ചെന്താ ഭാഗ്യം? What is this blessedness? ഞങ്ങളുടെ വീടും മരണത്തിൻ്റെ അകത്ത് ഞെരിഞ്ഞമർന്നപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ജീവന്റെ കാരണം ആലയമാണ്. And they can tell you when our home was consumed in death, what is happening in us, the life that is moving in us is the temple of the Lord, the house of the യേശു Lord. വന്നത് എന്തിനാ? Why did Jesus come? യേശു പറഞ്ഞു, Jesus said, ജീവൻ തരാനാ ഞാൻ വന്നത്. I come to give you life, സമൃദ്ധിയായ ജീവൻ. abundant life. ആദാമൻ ഉണ്ടായിരുന്നത് ആരംഭമുള്ളതും അവസാനമില്ലാത്തതുമായ The ജീവനായിരുന്നു. life that Adam carried was the life that had a beginning but probably did not have an end. യേശു വന്നതോ But Jesus came. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യജീവൻ He നൽകാനല്ലേ came യേശു to give you a life that has no beginning and no end, and we call it the eternal life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. ഇതാകുന്നു അവൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം, നിത്യജീവൻ തന്നെ. God so loved the world that he gave his only begotten Son, that whosoever believes in him shall not perish but have eternal life. This is the life that God gives to us. ഈ ആലയത്തിൽ കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം, The blessing that you get in this temple, this house. ചേർന്ന് പറ. Come on, say it together. നിത്യജീവൻ. Eternal life. എന്താ നിത്യജീവന്റെ പ്രത്യേകത? What is special about eternal life? ബില്ലി ഗ്രഹാം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Billy Graham said about eternal life. നിത്യതയിൽ ഒരു സെക്കൻഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. He talked about 1 second in eternity. കാലമില്ലാത്ത നിത്യതയിലെ ഒരു സെക്കൻഡിനെ He's കുറിച്ച്. talking about an eternity which has no time limit. എനിക്ക് രസകരമായി തോന്നി. It was interesting to me. 1000 വർഷം കൂടുമ്പോൾ ഒരു പക്ഷി ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 1,000 years a bird will come down from heaven. എന്നിട്ട് ആ ഭൂമിയിൽ അതിന്റെ ചുണ്ടുരസുന്നു. And it comes and it picks on the earth. എന്നിട്ട് അത് 1000 വർഷത്തേനും മടങ്ങി And for 1,000 years it returns. പിന്നെ അത് തിരിച്ചു വന്ന് ഭൂമിയിൽ ചുണ്ടുരസുന്നു. Then again it comes after 1,000 years. പിന്നെ അത് തിരിച്ചു Picks പോകുന്നു. something and then returns. പിന്നെ അത് തിരിച്ചു വരുന്നു. Again it comes down. ചുണ്ടുരസുന്നു. Again it picks something. തിരിച്ചു പോകുന്നു. It goes back. ഇങ്ങനെ ഉരസി ഉരസി ഉരസി
ഇന്ന് കാണുന്ന ഭൂമി തേഞ്ഞ് 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 ഒരു കടുകുമണിയുടെ വലിപ്പം എത്ര കാലമെടുക്കുവോ അതാണ് നിത്യതയുടെ ഒരു സെക്കൻഡ്. Just imagine 1 second of eternity, how long it takes for this bird to come and pick on this earth and finally it becomes so small and then finish it. How long it takes? That is 1 second of eternity. ബുദ്ധിക്കതീതമായ നിത്യത. You know, something beyond the human comprehension. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who dwell in your house. അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. They will ever be praising you. അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. They will ever be praising you. അവർ കണ്ട ഒരു കാഴ്ചയുണ്ട്. There's something that they saw. 84-ാം സങ്കീർത്തനം 3-ാം വാക്യം. Verse number 3 of Psalms 84. എന്താ അവിടെ വായിക്കുന്നത്? കുരികിൽ ഒരു വീടും. മതി മീവൽപക്ഷിയൊക്കെ പോകുന്നതിന് മുമ്പ് കുരികിൽ നിൽക്കണം. കുരികിൽ ഒരു വീടും. Swallow a nest. Even the sparrow finds a hole. അല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്? Yes, the bird also has found a house. Sparrow found a home. ഹലോ, കുരികില് വീട്. Sparrow found a home. സ്പാരോയെ കണ്ടിട്ടുണ്ടോ? You have seen sparrow? കുരികിലിനെ കണ്ടിട്ടുണ്ടോ? Have you seen sparrow? ഓലയുടെ ഞാലിക്കും മരത്തിന്റെ ചില്ലയിലും നാട്ടിലെ ഷട്ടറിന്റെ അകത്തുമൊക്കെ ചെറിയ പാർപ്പിടം ഉണ്ടാക്കി താമസിക്കുന്ന ആ കൊച്ചുപക്ഷിയുടെ പേരാണ് കുരുകിൽ. The sparrow is a little bird that can make his nest almost anywhere. കുരുകിൽ ഉണ്ടാക്കുന്ന പാർപ്പിടത്തിന് നമ്മുടെ നാട്ടിൽ കൂടെന്നാണോ പറയുന്നത് അതോ വീടെന്നാണോ പറയുന്നത്? The dwelling place where sparrow makes, do we call it nest or we call it a house? കൂട. Yes, it's a dwelling place. പക്ഷേ ഇവിടെ പറയാ വീട്. But here it is called house. ഞാൻ ഓർത്ത് അക്ഷരപ്പശയാന്ന്. I thought it was probably some kind of a typo, some mistake. ഒരുമാതിരി ട്രാൻസ്ലേഷൻ എല്ലാം നോക്കിയപ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് വീടാ. In almost all the translation, it is translated as a house. ഞാൻ ചോദിച്ചു, കുരികിലെ നിനക്കെങ്ങനാ വീട് കിട്ടിയേ? Sparrow, how did you get a house? കുരികില് പറയാ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. And the sparrow replies to me, there's a difference between one who serves God, one who does not serve God. കോരഗോത്രന്മാർക്ക് ജീവൻ കൊടുത്ത ആലയം കുരികിലിന് കൊടുത്ത വീടിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചില നേരം ചിന്തിക്കാൻ. We're going to talk about the house that gave life to the sons of Korah, and we're talking about the sparrow that found a home in the house of the Lord. കുരുവിയെ പഠിക്കാനായിട്ട് തീരുമാനിച്ചപ്പം ഞാൻ ആദ്യം ചെയ്തത് പക്ഷിശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം മേടിച്ചു വായിച്ചു. So when I wanted to study a little bit about the sparrow, I thought I'll just pick up a book that really speaks what science speaks about it. അപ്പോൾ 3 കാര്യം അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട്. And the scientist speaks about 3 things. ഒന്ന്, കുരികില് തനിച്ചിരിക്കത്തില്ല. The sparrow will not be alone. അത് രണ്ടായി ഇണയായിട്ട് ഇരിക്കത്തുള്ളൂ. It's always sit in group, and a group of 2. ഇനി കുരികില് ഇരുട്ടത്തിരിക്കത്തില്ല. And the sparrow will not sit in darkness. കുരികിലിന്റെ കൂട് കണ്ടിട്ടുണ്ടോ? You seen the nest of the sparrow? നാട്ടിലൊക്കെ ആർട്ടിഫിഷ്യൽ കൂട് കിട്ടും. You can actually buy artificial ones. അതിന്റെ വാതിലാണെങ്കിലും ഒന്നെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ താഴെ. The entrance, the mouth of it is either on the side or underneath. കാക്കയുടെ ആണെങ്കിലും മേളിൽ ഇരിക്കുമ്പോൾ വാതില്, കുരികിലിൻ്റെത് സൈഡിലോ താഴെയോ. The raven, of course, makes the nest. It's open to this direction, but the sparrow, it's either underneath or on the side. സൂര്യപ്രകാശം നന്നായിട്ട് ഭൂമിയിലടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടിക്കേറിയാലേ കുരുവി കൂട്ടിന്ന് വെളിയിൽ ഇറങ്ങത്തുള്ളൂ. And for the sparrow, the sun ray has to come down, and the reflection needs to come up, and it comes into the nest of it. Only then the sparrow really comes out. അപ്പോൾ കുരികിൽ തനിച്ചിരിക്കത്തില്ല, കുരികിൽ ഇരുട്ടത്തിരിക്കും. So the sparrow will not be alone, and it will not sit in darkness. ഇനി കുരികിലിന്റെ മൂന്നാമത്തെ പ്രത്യേകത, and the third thing, കുരികിൽ ഉറക്കളക്കത്തില്ല. ഉറക്കം അത് കൃത്യമായിട്ട് അത് ഉറക്കം ഒരിക്കലും അത് കൃത്യമായിട്ട് സ്ലീപ്പ് ചെയ്യും. Okay, I'm sorry, it sleep properly. അത് വേണേൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ദൂത. ചിലരിവിടെ ഇരുന്ന് കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്. There are people sit here and sleep. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ പെന്തിക്കോസുകാർ എന്തിനായി യോഗത്തിൽ ഇരുന്നുറങ്ങുന്നത്?
I sometimes think why the Pentecostal people sit in the church and sleep. ഞാൻ ഇവരുടെ ഉറക്കം മാറ്റാനായിട്ട് ശബ്ദം കൂട്ടി പ്രസംഗിച്ച് നോക്കിയിട്ടുണ്ട്. There are times that I increase my volume sound so that I thought they will wake up from their sleep. ഉറങ്ങുന്നവർക്ക് ശബ്ദം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല, നമ്മുടെ തൊണ്ട പോകുന്നുള്ളതേ ഉള്ളൂ. For people who are sleeping, it doesn't matter whether I increase volume or decrease it. They decide to sleep, they sleep. ഞാൻ എല്ലാത്തിനും വചനത്തിലാണല്ലോ ഉത്തരം കണ്ടെത്തേണ്ടത്. You'll always find a solution in the Word of God. അപ്പം ഞാനിങ്ങനെ വചനം നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവിൻ്റെ കാലത്ത്, പൗലോസിൻ്റെ കാലത്തൊക്കെ ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്, പത്രോസിൻ്റെ ഒക്കെ കാലത്ത്. പക്ഷേ യേശുവിൻ്റെ കാലത്ത് അങ്ങനെ ആരും ഉറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നില്ല. We know that during Paul's time, people slept and some people fell down and died. But during the time of Jesus, we don't read anything about anyone sleeping. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് ആൾക്കാർ ഉറങ്ങാഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ യേശു ഭയങ്കര കമ്മ്യൂണിക്കേറ്റർ ആണല്ലോ എന്നൊക്കെ വെച്ചാണ് ചിന്തിച്ചത്. So I thought Jesus was probably a great communicator. That's the reason probably people did not sleep. So that's what I was reading. കമ്മ്യൂണിക്കേഷൻ അപ്പുറത്ത് യേശുവിൻ്റെ കാലത്ത് ഈ പ്രസംഗം നടക്കുന്ന ഇതുപോലത്തെ ഹോളിലൊന്നും അല്ല. So I understood more than the communication part of it. Most of the communication took place not in a facility like this. It's an open place. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്നു. Bible says when he saw the crowd, he went on a hill and sat. അവൻ പടകെ കയറി ഇരുന്നു. Jesus actually went into the boat and sat. അപ്പോൾ യേശുവിൻ്റെ കാലത്തെ രീതി എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ആള്, പഠിപ്പിക്കുന്ന ആള് ഇരുന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. So during the time of Jesus, the one who is teaching is actually in a sitting posture and teaching. കേൾക്കുന്നവരോ, And those who are listening, പിന്നെ കടൽ തീരത്ത് എത്ര കസാറയാ കിടക്കുന്നത്. how many chairs are there in the seashore? എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ കാലത്ത് കേൾക്കുന്നവരെല്ലാം നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്. So most of the people are standing and listening during the time of Jesus. ഒർലാൻഡോ IPC സഭയിലോ In Orlando Church, ഞാൻ വന്നപ്പോൾ മുതൽ നിൽക്കുക. I'm standing since the time I came. നിങ്ങളോ? And you? ഉറങ്ങിയില്ലേ കുഴപ്പം വരത്തുള്ളൂ. There's no wonder why you don't. എന്നാ കസാറയാ, What a beautiful chair. അതിൻ്റെ കൂടെ AC, And the AC air condition. ആർക്കാ ഉറക്കം വരാത്തത്? Who would not sleep? ഞാൻ ഏതായാലും ഒന്നും പറയുന്നില്ല. പാസ്റ്റർമാർ 2-3 പേര് ഇത് കേട്ടിട്ടുണ്ട്. ഒരു ആത്മനിയോഗത്തിൽ അവരിരുന്നുകൊണ്ട് പ്രസംഗിക്കുകയും നിങ്ങളെ നിർത്തിക്കൊണ്ട് കേൾക്കുകയും ചെയ്യാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരും ഉറങ്ങത്തില്ലെന്നുള്ള കാര്യം. I know if your pastor sit and preach and make you stand and listen, you won't sleep. അപ്പം കുരികിലിൻ്റെ 3 പ്രത്യേകത ഞാൻ പറഞ്ഞു. തനിച്ചിരിക്കത്തില്ല, ഇരുട്ടത്തിരിക്കത്തില്ല, ഉറക്കളക്കത്തില്ല. So the sparrow will not be alone, it will not be in darkness, and it will not sleep. പക്ഷേ ഞാനിത് പറയുമ്പം നിങ്ങളാരും മോശക്കാരല്ല, വചനം അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു വാക്യം എടുത്തുകൊണ്ട് എൻ്റെ അടുക്ക് വരും. 102 സങ്കീർത്തനം 7 വാക്യം. I know you will probably take up Psalms 102 and verse number 7. ഞാൻ ഉറക്കപ്പളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. I lie awake, I have become like a lonely bird on a housetop. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനാ പറഞ്ഞത് ഇരുട്ടത്തിരിക്കത്തില്ല കുരുകിൽ, ഞാനാ പറഞ്ഞത് തനിച്ചിരിക്കത്തില്ല, ഞാനാ പറഞ്ഞത് ഉറക്കളക്കത്തില്ല. പക്ഷേ ഇവിടെ പറയാ കുരുകിൽ തനിച്ചിരിക്കുന്നു, കുരുകിൽ ഇരുട്ടത്തിരിക്കുന്നു, കുരുകിൽ ഉറക്കളയ്ക്കുന്നു. And I told you that they will not be alone, they will be in pairs, and they will not be sleeping. But here it says that I have become like a lonely bird on a housetop. I lie awake. I am like a lonely sparrow on the housetop. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. And it says that I am awake like a sparrow on the housetop. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുരുകിലിനോട് ചോദിച്ചു, നീ എങ്ങനെയായി തനിച്ചിരിക്കുന്നേ, ഇരുട്ടത്തിരിക്കുന്നേ, ഉറക്കളയ്ക്കുന്നേ? Let me ask this sparrow, why are you alone? Why are you sitting in darkness? എനിക്ക് ഇച്ചിരി കുരുകിലിനെ പഠിക്കണമെന്ന് തോന്നി. I felt like I need to study sparrow a little bit more. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? You all with me? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. വളരെ ശ്രദ്ധിക്കണേ. ഒരു ഭയങ്കര ദൂതിലേക്ക് നമ്മൾ പോകാൻ പോവാ. Because we are going into a very, very, very serious message. ഈ കുരുകിൽ ഉറക്കളയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കാൻ തുനിഞ്ഞപ്പം ആദ്യം എൻ്റെ മനസ്സ് ചെന്ന് നിന്നത് നമ്മുടെ കർത്താവ് കുരുകിലിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞ സ്ഥാനത്താണ്.
Because I wanted to, as I wanted to study about this sparrow, I wanted to go understand something about the value or the price of the sparrow that Jesus really speaks about. എവിടെ യേശു കുരികിലിന്റെ വിലയെക്കുറിച്ച് പറഞ്ഞത്? Where did Jesus spoke about? മത്തായി 10:29. Matthew 10:29. ഉണ്ടോ? കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല. അടുത്തത്, നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. Amen. Well, it says that are not 2 sparrows sold for a cent, and yet not one of them will fall to the ground apart from your Father, but the very hairs of your head are all numbered. So do not fear, you are more valuable than many sparrows. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കുരികിലിന്റെ വിലയെക്കുറിച്ച് പറയാനായി വാക്യം വായിച്ചേ. I read this to speak about the value of the sparrow. പക്ഷേ അതിനെക്കാട്ടി വലിയൊരു കാര്യം അവിടെ കിടപ്പുണ്ട്. There's something interesting there. എന്തോ കർത്താവിന്റെ കരുതല്. Talking about the care of our Lord Jesus. എന്താ കർത്താവിന്റെ കരുതല്? What is the care of our Lord? നമ്മളെ കുറിച്ചെല്ലാം കർത്താവിന് അറിയാവുന്ന. Because the Lord knows everything about us. സത്യത്തിൽ അമ്മാമ്മയുടെ ഒക്കെ പ്രശ്നം എന്താ? എപ്പോഴും പറയാറുണ്ട്, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനും കേൾക്കാനും അറിയാനും ഒന്നും ആരും ഇല്ല. A lot of ladies here normally say that, I work so hard that no one is here to know what I'm doing. ഞാനിവിടെ ഇത്രയും ചെയ്യുന്നതൊന്നും ആരും അറിയാൻ ഇല്ല. I work so hard and no one is noticing anything I do here. പക്ഷേ കർത്താവ് പറഞ്ഞു കേട്ടോ, But the Lord says here, നിങ്ങളുടെ തലയിലെ മുടി വരെ ഞാൻ അറിയുന്നുണ്ടെന്ന്. I know that even the hair of your head. ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് കുളിച്ചേച്ച് തല ചെയ്യപ്പോൾ 3 മുടിയാണ് പൊഴിഞ്ഞു പോയത്. അതിനു മുമ്പ് 1,85,533 മുടി എൻ്റെ തലയിലുണ്ടായിരുന്നു. 3 എണ്ണം പൊഴിഞ്ഞപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 1,85,530 എണ്ണം. അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ചേച്ചാ കർത്താവിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? When I came here, when I was getting ready, there were 3 hairs actually fell from my head, and before that I had some thousands of things, and the Lord exactly wrote the number down and sent me here. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരികിലിനേക്കാളും നമ്മൾ വിശേഷതയുള്ളവരാ. Bible says that we are more precious, more valuable than the sparrow. നമ്മുടെ വിശേഷത അറിയണം, കുരികിലിന്റെ വിശേഷത അറിയണം. For us to understand our value, we should understand what is special about the sparrow. അപ്പോൾ മത്തായിയുടെ സമയത്ത് വാൾമാർട്ടിലോ കോസ്കോയിലോ ചെന്ന് കുരികിലിനെ മേടിക്കുകയാണെങ്കിൽ കുരികിലിന്റെ വില എങ്ങനെയാ? 1 കാശിന് 2 കുരികിൽ. So you go to, during the time of Matthew, you go to one of the stores and you wanted to buy sparrow. What is the price of it? For 1 cent you get 2 sparrows. ഒരു കാശിന്റെ കണക്ക് എങ്ങനെയാ പോകുന്നത്? കാശിന്റെ കണക്ക് കാശ്, അരക്കാശ്, മുക്കാക്കാശ്, 1 കാശ്. Really talking about the quarter cent, the half cent, and then 3/4, then 1 cent. അപ്പം മത്തായിയുടെ സമയത്ത് യഹൂദന്റെ മാർക്കറ്റിൽ കുരികിലിന്റെ വില 1 കാശിന് 2 കുരികിൽ. So during the time you go to Matthew's time, Jesus' time, you go to a market, for 1 cent you get 2 sparrows. അങ്ങനെയാണെങ്കിൽ 1 കുരികിലിന് എന്നാ വില വരുന്നുണ്ട്? So how much does it cost for 1 sparrow? അരക്കാശ് വില. Half a cent. നമുക്ക് ഇനി ഇച്ചിരി കൂടെ ഒന്ന് മുന്നോട്ട് വന്നാലോ, ഇതിന്റെ വില കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നതെന്ന് നോക്കിയാൽ. Let's see if the value is increasing or decreasing. നിങ്ങളൊന്ന് വായിച്ചേ, ലൂക്കോസ് 12:6 വായിച്ചേ. ലൂക്കോസ് 12:6 വായിച്ചേ. Luke 12. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? For 2 cents you can actually get, are they not sold 5 sparrows? എൻ്റെ പ്രിയപ്പെട്ടവരെ, മത്തായിലെ കണക്കൊന്ന് പറഞ്ഞേ. 1 കാശിന് 2 കാശിന് എത്ര കിട്ടണ്ടേ? 4 കിട്ടണ്ടേ? ഇപ്പൊ ഇവിടെ എത്ര കിട്ടുന്നേ? 5. എനിക്ക് ഒന്ന് ഏതാണ്ട് ഓഫർ ഉള്ള സമയം ഏതാണ്ടാന്ന് തോന്നല്ലേ? Well, you see, in Matthew we saw that for 1 cent you get 2 sparrows. Here for 2 cents you're supposed to get 4, but here you get 5. It seems like this probably is an offer time. ഇപ്പൊ അരക്കാശ് വില വരുന്നുണ്ടോ? പറ. Now, do you think the value of it is it coming to half a cent? ഉണ്ടോ?
ഇല്ല. No. The truth is no. പക്ഷേ വിശേഷതയുണ്ടെന്ന്. But the Bible says that it is valuable. എന്താ ഇതിന്റെ വില? What is the value of it? കുരുകിലിന്റെ വില പഠിക്കണേ, ന്യായപ്രമാണം പഠിക്കണം. For you to understand the value of a sparrow, you should understand the commandments. ന്യായപ്രമാണം എത്ര നിയമങ്ങളാ? You know the law, when you study the law, how many laws are there? 10 കൽപ്പന ഉൾപ്പെടെ 613 നിയമങ്ങളാ ന്യായപ്രമാണം. So with the 10 commandments, we are talking about 613 laws. അതിനകത്ത് ധാർമ്മിക നിയമങ്ങളുണ്ട്. It talks about moral laws. അതിനകത്ത് സാമൂഹിക നിയമങ്ങൾ. Talks about social laws. അതിനകത്ത് ആരാധനാ നിയമങ്ങളുണ്ട്. And we talked about religious or worship laws. ആരാധനാ നിയമങ്ങൾ പഠിക്കുമ്പോൾ When you study the worship laws, യഹൂദ തമ്മൂല് പഠിപ്പിക്കുന്നത് യാഗങ്ങളെ കുറിച്ചാണ്. when Jewish tradition, they speaks about the sacrifices. യാഗങ്ങളെ പഠിപ്പിക്കുമ്പോൾ 2 തരം പക്ഷികളെയാണ് അവർ യാഗം കഴിച്ചിരുന്നത്. When he's speaking about the sacrifice, talks about 2 different birds. ഒന്ന് പ്രാവ്, One is dove. മറ്റൊന്ന് കുരുകിൽ. The other one is sparrow. പ്രാവിനെ അവർ യാഗപീഠത്തിൽ മാത്രമേ അറക്കാറുള്ളായിരുന്നു. And they only slaughter the dove on the altar. അബ്രഹാം പ്രാവിനെ അറുത്തപ്പം നടുവേ പിളർത്താഞ്ഞത് കൊണ്ട് പിന്നീട് വന്നവരാരും പ്രാവിനെ പിളർന്നില്ല. So since Abraham did not split the dove, people who came after Abraham, they did not split the dove. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ പിളർന്നിരിക്കുന്ന നാവുകൾ പരിശുദ്ധാത്മാവുമായി ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But when you come to the Acts of the Apostles, we are talking about the split tongues that came on the day of Pentecost. ഇനി യാഗത്തിന് അവർ ഉപയോഗിക്കുന്ന, ശ്രദ്ധിച്ചേക്കണേ, അടുത്ത 10 മിനിറ്റാണ് നമ്മുടെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. The next 10 minutes very important for us. യാഗത്തിന് അവർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പക്ഷിയുടെ പേരാണ് കുരുകിൽ. And the second bird they use is actually sparrow. കുരുകിലിനെ എവിടെയാണ് യാഗം കഴിക്കുന്നത്? And where do you offer the sparrow? ലേവ്യ പുസ്തകം 14:1 പഠിക്കുമ്പോഴാണ് Leviticus chapter number 14 and verse number 1. 1 മുതൽ 7 വരെ പറയുന്നത് കുരുകിലുമായി ബന്ധപ്പെട്ട യാഗത്തെ കുറിച്ചാണ്. It really speaks about the laws regarding the slaughter of the sparrow. അവിടെ പറയുന്നത് കുഷ്ഠരോഗത്തിന്റെ ശുദ്ധീകരണ നിയമമാണ്. It is really speaking about the purification of leprosy. ഈ കുഷ്ഠരോഗം അത് ഒരു പകർച്ചവ്യാധിയാണ്. We understand it's a communicable disease. പകർച്ചവ്യാധി അത് വരുമ്പോൾ ക്വാറന്റൈൻ ചെയ്യിക്കും. There'll be quarantine. പകർച്ചവ്യാധി 2000-ന് ശേഷം 17 എണ്ണമാ നമ്മുടെ രാജ്യങ്ങളിൽ സംഭവിച്ചത്. 17 വൈറസുകൾ. So that you see almost like 17 viral infectious diseases that happened, of course, since 2017. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ്, ഡെൽറ്റ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചത് സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോയതുമായ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ. We're talking about 17 viruses that affected almost like 215 nations of the world. ഈ സമയത്ത് നമ്മൾ കേട്ട ഒരു വാക്കാണ് എന്ത്? ക്വാറന്റൈൻ, പിന്നൊന്ന് ലോക്ക്ഡൗൺ. So we heard these 2 words, quarantine and lockdown. ലോക്ക്ഡൗൺ ആദ്യം ആരംഭിച്ചത് ബൈഡനും മോദിയൊന്നുമല്ല, മോശയാണ്. The lockdown actually, the beginning, if you really go back to history, Moses is the one who actually started this. എപ്പോഴാണ് അത് സംഭവിച്ചത്? When did that happen? മിരിയാമിന് കുഷ്ഠം പിടിച്ചപ്പോൾ മോശ പ്രഖ്യാപിച്ചു ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടെ, എന്താ, അടുത്ത 7 ദിവസം നമ്മൾ ലോക്ക്ഡൗണിലാണ്. When Miriam was affected with leprosy, Moses declared for the next 7 days we are going to go to quarantine. അവർ എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. മിരിയാമിന് സൗഖ്യം വന്നു. And Miriam actually got healed. പക്ഷേ ഇവിടെ സൗഖ്യം വന്നാൽ ചുമ്മാതൊന്നും കയറി വരാൻ പറ്റത്തില്ല. ആന്റിജൻ ടെസ്റ്റ് എടുക്കണം, അല്ലേ? നിങ്ങൾ ജോലിക്ക് പോയപ്പം ഈ കോവിഡ് മാറിയെന്നും പറഞ്ഞാൽ ആദ്യം ചുമ്മാതെ കയറി പോകാൻ പറ്റുമോ? RT-PCR. അപ്പം കോവിഡിന് RT-PCR ഉണ്ടെങ്കിൽ കുഷ്ഠരോഗം ശുദ്ധീകരിക്കപ്പെട്ടാൽ അതിനും എന്തോ ഉണ്ട്, RT-PCR ഉണ്ട്. So when you had COVID in the beginning, you couldn't simply come, you had to go test and then you have to show them that you are negative. So the same thing with leprosy,
you person simply cannot come back to the society and say, I'm healed, but they'll have to really show that they are actually cleansed from it. ആ ടെസ്റ്റാണ് ലേവ്യ 14:1 മുതൽ 7 വരെ പറയുന്നത്. So Leviticus chapter 14 verses 1 onwards, we are actually reading about that particular test. യഹോവ മോശയോടല്ലേ ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണം അത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ഇല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതനൊരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവുള്ള തിന്മതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയും ജീവനുള്ള പക്ഷിയെയും ഉറവുള്ള തിന്മതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠം ശുദ്ധീകരണം കഴിവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ഇവിടെ പറയുന്നത് കുഷ്ഠരോഗ ശുദ്ധീകരണ നിയമമാണ്. Here we are talking about the laws regarding cleansing of the leprous. കുഷ്ഠം എന്ന പദത്തിന്റെ മൂലപദം ലെപ്ര എന്ന വാക്കാണ്. The root word is actually lepra. ലെപ്ര എന്ന വാക്കിൽ നിന്നാണ് ലെപ്രസി എന്ന From വാക്കുണ്ടായത്. the word lepra we get the word leprosy. ഒന്ന് പറഞ്ഞേ, തെറ്റരുത്. മലയാളത്തിൽ വേറൊരു വാക്ക് ഇതുപോലെ സിമിലർ ഉണ്ട്. കൊപ്ര എന്ന് കേട്ടിട്ടുണ്ടോ? തെറ്റിപ്പോകരുത്, രണ്ടും തമ്മിൽ. ഇത് ലെപ്ര ആണ്. ദൈവത്തിന് The സ്തോത്രം. word here is lepra. ഈ കുഷ്ഠരോഗം ഒരു പകർച്ചവ്യാധിയാണ്. This is a communicable disease. ഇത് വന്നാൽ ആള് പാളയത്തിന് പുറത്തു പോകണം. സൗഖ്യമായാൽ പുരോഹിതൻ അവനെ ശുദ്ധീകരിക്കണം. So when a person is affected by this disease, he'll have to go outside the camp. Then the priest will have to go examine him and then allow him to return to society. ശുദ്ധീകരണത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പം വായിച്ചതല്ല. So we are reading about this cleansing process. What are the ingredients? അതിനകത്ത് 2 പക്ഷികളുണ്ട്, ജീവനും ശുദ്ധിയുമുള്ള. In that cleansing process, there are 2 clean birds involved. അത് കുരികിലുകളാണ്, എണക്കുരികിലുകളാണ്. It's just a pair of sparrow. പാളയത്തിന് പുറത്തേക്ക് പോകുന്ന പുരോഹിതൻ വലയിട്ട് എണക്കുരികിലുകളെ പിടിക്കുകയാണ്. So the prophet, the priest will go outside and catch them and he brings them. എന്നിട്ട് മരുഭൂമിയിലേക്ക് നടന്നു പോകുകയാണ്. And then they will go into the desert. ഉറവിങ്കൽ വെള്ളമുള്ള സ്ഥലത്തെത്തുമ്പോൾ, They'll come to a place where there's running water. ഈ ടെസ്റ്റിന് വേണ്ടി അദ്ദേഹം തയ്യാറാകുമ്പോൾ കുഷ്ഠം ശുദ്ധീകരിക്കപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരും. And when he getting ready to do the sacrifice, people who claim to have cleansed from leprosy, they'll come near the priest. അദ്ദേഹം മൺപാത്രത്തിൽ ഉറവ് വെള്ളം ആദ്യം ശേഖരിക്കും. So he will collect the running water in earthen vessel. എന്നിട്ട് എന്താ ചെയ്യുന്നത്? Then what he'll do? താൻ പിടിച്ചതിൽ ഇണക്കുരുകിലുകളിൽ ഒന്നിനെ പിടിച്ച് ഈ വെള്ളത്തിലേക്ക് അറുക്കും. So out of the 2 sparrows that he caught, he'll cut one of them and he'll drop the water, drop the blood into it. അറുക്കപ്പെടുന്ന കുരുകിലിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? You know what is special about the one that is actually getting slain? കുരുകിലിന് മാത്രമുള്ള പ്രത്യേകതയാ, അതിൻ്റെ അവസാനത്തെ തുള്ളി ചോര വരെ അതിൻ്റെ ഞരമ്പിൽ നിന്ന് പോയാലേ ഈ പക്ഷി ചാകത്തുള്ളൂ. And there is something special about this sparrow. Only when the last drop of blood actually exits the body, only then this bird will die. 2024 വർഷം മുമ്പ് ഗത്സമനയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുവൻ പിടഞ്ഞപ്പോൾ അവൻ്റെ അവസാനത്തെ തുള്ളി ചോര വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റി തന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറക്കരുത്. 2024 years ago, when Jesus Christ of Nazareth gave his last drop of blood for you. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുരുകിലിനെ അറുത്തു. One sparrow was actually slain. അടുത്ത കുരുകിലിനെ കയ്യിലെടുക്കുക. And then he takes the next sparrow in his hand, live one. ഈ കുരുകിൽ വിചാരിക്കുക, And this sparrow is thinking, എൻ്റെ ഇണയെ അറുത്തതുപോലെ എന്നെയും അറുക്കാൻ പോവാ. and like my partner was killed, I too am going to be killed. വേണ്ട 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 വേണ്ട, നിനക്കൊരു പകരക്കാരൻ അറുക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ കയ്യിലെടുത്തിരിക്കുന്നത് അവന്റെ രക്തത്തിൽ മുക്കാനായിട്ടാണ്. You know, sparrow, don't worry. No, we are not going to kill you. Somebody else died as your substitute for you, and you're going to be dipped in his blood. Yes, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ചേർന്നവർ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The blood of his son Jesus cleanses from all defilement. Hallelujah. Hallelujah. എൻ്റെ പ്രിയപ്പെട്ടവരെ,
കുരികിലെ മുക്കുകയാ. And the priest dipped the sparrow into this blood water. എത്ര പ്രാവശ്യം? How many times? 7 പ്രാവശ്യം. 7 times. എന്തിനെ കാണിക്കുന്നു? What is it symbolizing? 7 അടിസ്ഥാന ഉപദേശങ്ങളെ It's കാണിക്കുന്നു. talking about 7 foundational principles or teachings. എന്നിട്ട് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു? And what is it going to be used for? അനീഷ് പാസ്റ്ററെ മുക്കിയെടുത്തത്, ജേക്കബ് മാത്യു സാറിനെ മുക്കിയെടുത്തത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയാ. And this bird was dipped not for ourselves, it is for the leprous people. ഒരു കാര്യം ഓർത്തോണേ, മുക്കിപ്പൊക്കിയത് ഇവിടെ ഇരുന്ന് കൈതട്ടാൻ വേണ്ടി മാത്രമല്ല. Please remember that you are dipped in so that you can just come here and sit together and clap hands. സാറേ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം സാറ് തിരുവല്ലയിൽ വന്നു. Let's say I come to Tiruvalla. വളരെ യാദൃച്ഛയായിട്ട് തിരുവല്ലയിലെ പെട്രോൾ പമ്പിൽ വെച്ച് എന്നെ കണ്ടു. And accidentally we met in a petrol bunk. ഞാനൊരു ബൈക്കേൽ പെട്രോൾ അടിക്കാനായിട്ട് വന്ന് നിൽക്കുക. I come standing there to pump gas into my bike. അവിടെ വെച്ച് കണ്ടു, ഒത്തിരി കെട്ടിപ്പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. എന്നോട് We talked, we greeted. എവിടെ പോവാ? Where are you going? ഞാൻ പറഞ്ഞു കോട്ടയത്തിന് പോവാ. I'm going to Kottayam. എന്നോട് ചോദിച്ചു എന്നാ കാരണം? He said, why are you going to Kottayam? ഞാൻ പറഞ്ഞു ഒരു പ്രസംഗമുണ്ട്, 10 മണി കഴിഞ്ഞു, താമസിച്ചു, പെട്രോൾ അടിച്ചു ബൈക്കിന് പോവാന്ന് He പറഞ്ഞു. said, I have a ministry there to preach tonight. I'm late and I'm going there. സാറും പെട്രോൾ അടിച്ചു, ഞാനും പോവാന്നല്ലോ, എന്നാ പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കാണിച്ചു പോയി. So we both kind of departed ways, and because we'll see you there. പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല്, On the way I felt, കോട്ടയത്തിന് പോകണ്ട. I don't need to go to Kottayam. ഞാൻ അന്നേരം എന്തോ ചെയ്തെന്നറിയോ? You know what I did? ആ പെട്രോൾ പമ്പിൽ നിന്ന് 50 മീറ്ററോടെ മുന്നോട്ട് ബൈക്ക് മാറ്റി വെച്ച് I moved like a 50 meters away from the petrol bunk. ബൈക്ക് സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തേച്ച് ഇങ്ങനെ അരപ്പിച്ചോണ്ട് നിൽക്കുക. I put it on a stand. Then, I turned the bike on and I gave the accelerator. 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു, വണ്ടി ഇങ്ങനെ ഇറക്കിയ. And, time has really passed. ഒത്തിരി പേര് വന്ന് നിൽക്കുന്നു. The bike is racing. A lot of people are standing. അവർ ചോദിച്ചു കുഴപ്പമല്ലോ? ഇല്ല, ഞാനിങ്ങനെ വണ്ടി അരപ്പിക്കുന്നു. People just gather around me asking, is everything okay with you? 12:30 വരെ അരപ്പിരു It's നടക്കുന്നത്. almost like 12:30 now. അപ്പൊ സാറ് അവിടെ ഇവിടെ പോയിട്ട് തിരിച്ചു വരുവാ. So I just returned from wherever I wanted to and I came back. എന്നെ കണ്ട പമ്പാണല്ലോ എന്ന് കണ്ട് ചുമ്മാതെ കണ്ടവട്ട് ഒന്ന് നോക്കി. So he just looked at the gas station. Oh, this is where I met Pastor Anish. So I looked there. അവിടെ നോക്കിയപ്പോൾ വണ്ടി ഇങ്ങനെ എരച്ചോണ്ട് നിൽക്കുന്നു, ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നു. So I saw that people are gathered around him and the bike is raced and is racing and people are there around him. വന്ന് ചോദിച്ചു എന്തോ പറ്റി? What happened? ഒന്നും പറ്റിയില്ല. Nothing happened. കോട്ടയത്തിന് പോയില്ലേ? Didn't you not go to Kottayam? അപ്പോൾ അവർ പറഞ്ഞു രാവിലെ 10:30 മുതൽ ഇവിടെ നിൽക്കുക. He said from 10 o'clock he is here. എന്നോട് ചോദിച്ചു പോയില്ലേ? I asked, did you not go? ഞാൻ പറഞ്ഞു കോട്ടയത്തിന് മേലുള്ള പെട്രോളാണ് ഞാൻ ഇങ്ങനെ അരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. I said I'm going to Kottayam. പിന്നെ എന്നോടൊന്നും പറയത്തില്ല. He won't say anything to me after that. പിന്നെ നിങ്ങളോട് പറയും. Then he'll tell you ഏതോ ഒരു ഞരമ്പിന് ഒരു കുഴപ്പമുണ്ട്. something is wrong with his vein. അത് തന്നെ എനിക്കും പറയാനുള്ളത്. That's all I wanted to say. എത്ര നാളായി ഒർലാൻഡോ IPCക്കകത്തിരുന്ന് ഇത് ഇങ്ങനെ ഇരക്കുന്നത്? How long you've been sitting in IPC Orlando and racing your bike? എന്റെ ദൈവമേ, ഇത് ഇവിടെ ഇരുന്ന് ഇരക്കേണ്ടതാണോ ഈ അഭിഷേകമൊക്കെ? Do you think this anointing God has given you so that you are here and simply racing your... ഇതിനാണോ ദൈവം വീണ്ടെടുത്തത്? The Lord redeemed you for this purpose. കുഞ്ഞെ, ഒരു പ്രാവശ്യമെങ്കിലും മെക്സിക്കോയ്ക്കൊന്ന് പോകാൻ ദൈവം നിനക്കൊരു നിയോഗം തന്നാൽ, അല്ല നോർത്ത് ഇന്ത്യക്കൊന്ന് പോകാൻ ദൈവം നിനക്കൊരു നിയോഗം തന്നാൽ, The Lord gives you, impress your heart to go to North India for one time, to go to Mexico at least one time. ഞാനൊരു വലിയ പ്രൊജക്റ്റ് കൊണ്ടാണ് ഇവിടെ വന്നത്. I came with a big project. അതൊരു മിഷൻ പ്രൊജക്റ്റാ. It's a mission project. അത് നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. I came here to entrust you that project. എന്റെ രാജ്യത്തെ നിങ്ങൾക്കറിയാവോ? Do you know my country? ഞാൻ ജനിച്ചു വളർന്ന രാജ്യത്തെ നിങ്ങൾക്കറിയാവോ? The country where I grew up, born and raised. 5,89,179 ഗ്രാമങ്ങളുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജനിച്ചത്. It is a country with probably over 500,000 villages.
4635 ജാതിക്കാരന്റെ രാജ്യത്തുണ്ട്. Over 4,000 ethnic groups in my country. യേശുവിനെ അറിയാതെ, യേശു ആരാന്ന് പോലും അറിയാതെ ഒരു ദിവസം മരിക്കുന്ന ആളുകളുടെ എണ്ണം എൻ്റെ രാജ്യത്ത് കണക്ക് കൂട്ടുന്നത് 6000 പേര് യേശു ആരാന്നറിയാതെ ഓരോ ദിവസവും മരിക്കുന്ന രാജ്യം എൻ്റെ രാജ്യം. You know, my country is a country where 6,000 people die every single day without knowing who Jesus is. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മരിച്ചത് 2 ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. You know, Indira Gandhi, the Prime Minister of India, when she died, in 2 days' time, the entire country came to know about it. രാജീവ് ഗാന്ധി മരിച്ചത് ഒരു ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. Rajiv Gandhi died in 1 day, the entire country came to know about it. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിത മരിച്ചത് 10 മിനിറ്റ് കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. Jayalalitha, then Chief Minister of Tamil Nadu died, in 10 minutes, the entire people came to know about it. പക്ഷേ എൻ്റെ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 2000 കൊല്ലം കഴിഞ്ഞിട്ടും യേശു ആരാന്നറിയാതെ എൻ്റെ രാജ്യത്ത് ഓരോ ദിവസവും 6000 പേര് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെങ്ങനെ സുവിശേഷത്തിന്റെ മിഷൻ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റും? Just imagine 2,000 years ago Jesus died, and even today in my country 6,000 people die every single day without even hearing about that news. നിങ്ങൾ നൽകുന്ന ഓരോ പണവും, നിങ്ങൾ അധ്വാനിക്കുന്ന ഓരോ പണവും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനൊരു പ്രതിഫലവും നിങ്ങൾക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. Every single penny that you earn, I hope that you will spend it for the advancement of God's kingdom. You will have your reward. രോഗിയെ ശുദ്ധീകരിക്കുകയാണ്. You know, this is cleansing the leper. നമ്മെ വീണ്ടെടുത്തത് ചിലരെ ശുദ്ധീകരിക്കാനായിട്ട്. We are redeemed to cleanse somebody. എൻ്റെ ജീവിതകാലത്ത് ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണം എന്നിലൂടെ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരിന്ന് How many of you desire tonight, Lord, in my lifetime, because of me, at least one person should come to God's kingdom? ഹല്ലേലൂയ. കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുകയാണ്. Cleansing the leper. എന്നിട്ട് ജീവനുള്ള പക്ഷിയെ വെളിവിട്ടു. And this live bird is set free. മനുഷ്യന്റെ കയ്യിലകപ്പെട്ട പക്ഷി, The bird that was caught in the hand of a man, അത് രക്ഷപ്പെട്ടു. it escaped. ഒരു പക്ഷിക്ക് 2 ആശ്രയവാ. You know, there are 2 places where bird can actually find refuge. ഒന്നിണ, One is the partner. നഷ്ടപ്പെട്ടു. The partner is gone. ഇനിയുള്ളത് കൂട് മാത്രമാണ്. The next is the dwelling place, the nest. ഞങ്ങളുടെ അത്തിക്കത്തെ വീടിന്റെ താഴെ ഒരു തോടുണ്ട്. ആ തോടിന്റെ കരയിൽ ഒത്തിരി മരങ്ങളുണ്ട്. ആ മരത്തിൽ ഒരു മരത്തെ തന്നെ 10ഉം 15ഉം കുരുവിക്കൂട് ഒന്നിച്ച് ഞാൻ കണ്ടു. In my place where I grew up, there's a little stream, and besides it, there are trees, and I have seen probably nests hanging all over the place. എല്ലാ കൂട്ടിലും എണക്കുരുകിലുകൾ ഇരിക്കുക. And you would see the partners sitting together in the nest. എണ നഷ്ടപ്പെട്ട കുരുകില് തളർന്നു പറന്ന് കൂടിന്റെ അരികിൽ വന്നു. And this particular sparrow who lost the partner, just flew and came to the nest. അകത്തേക്ക് നോക്കി. Looked inside the nest. ഇണയില്ല. The partner is not there. അത് തീരുമാനിച്ചു. It decided, ഇണ വരാതെ കൂട്ടിക്കറത്തില്ല. without my partner comes, I will not go inside the nest. ഇരുട്ടൊരിക്കലും കണ്ടിട്ടില്ലാത്ത പക്ഷി ഇരുട്ടത്തിരിക്കുക. Now listen here, this little sparrow has never seen darkness, now sitting in darkness. ഉറക്കളക്കാത്ത പക്ഷി ഉറക്കളക്കുക. And now you see the bird is now just waking. തനിച്ചിരിക്കാത്ത പക്ഷി തനിച്ചിരിക്കുക. And the bird that would not sit alone, now sitting alone. അത് കോമൺ അല്ല. അത് വളരെ റെയർലി സംഭവിക്കുന്നു. This is not a common occurrence, but this is very rare that happens. ഇവിടെ 102 സങ്കീർത്തനത്തിലെ രാജാവും തനിച്ചിരിക്കുക. Here in Psalms 102, you would see the king is alone. രാജാവിന് തനിച്ചിരിക്കേണ്ട കാര്യമില്ല. There is no reason for the king to be alone. ഇരുട്ടത്തിരിക്കേണ്ട കാര്യമില്ല. There is no reason for the king to be in darkness. കൃത്യസമയത്ത് ഉറങ്ങാം. He can sleep at proper time. പക്ഷേ രാജ്യം നഷ്ടപ്പെട്ടു പോയി. But he lost the country. തോൽവി സംഭവിച്ചു പോയി. He of course experienced defeat. ഏതോ ഒരു ഗുഹയ്ക്കകത്തിരിക്കുക. Now he's sitting inside a cave. അവിടാണ് തനിച്ചിരിക്കുന്ന കുരുകിലിനെ അദ്ദേഹം കണ്ടത്. That's where he saw the empty, that single sparrow sitting there. ഈ കുരുകിലിരുന്ന് ഞരങ്ങുക. He's sitting, that the little sparrow is crying there. ഇണയ്ക്ക് വേണ്ടി ഞരങ്ങുക. It's groaning. 70-80 ഒക്കെ ഇവിടെ വന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞരങ്ങിയിട്ടുണ്ട്. കർത്താവ്, ഞങ്ങളുടെ ഇന്നാരെ കൂടി ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ, അതിനെക്കാട്ടിലുപരി അവരൊന്ന് രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ. Those of you who came here in the 70s and the 80s, you probably came here and said, you probably cried, you are groaning, I wish my partner comes, I wish my family come here. Yes,
ഇന്നാരൂടെ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ. I wish this my relative would come to know Christ. കർത്താവേ, ഇവരൂടൊന്ന് I രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ. hope, Lord, this my family will come to know you. എനിക്കറിയാം ഞരങ്ങുന്ന ചിലരിന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. I know some of you are here actually groaning, you are crying. അർദ്ധരാത്രിയെ മറന്ന് ദൈവവും ഭാഗത്തരിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെ ഞരങ്ങുന്ന ചിലരിന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. Even in the middle of the night, you are not able to sleep. You are up and you are thinking like this little bird. പ്രഭാതമായി കേട്ടോ. The morning came. മറ്റേ കൂടുകളിൽ നിന്നെല്ലാം കുരുകിലുകൾ ഇറങ്ങി. And from the other nest, the other sparrows came out. അവര് പറയാണ്, And they are telling, ഇന്നലെ അവറാച്ചന്റെ മറിയാമ്മയുടെയും കൂടിന്റെ അവിടെ ഏതോ ഒരു മറുഭാഷ അല്ലല്ലോ, അങ്ങനെയാണല്ലോ, അങ്ങനല്ലായിരുന്നോ സഭാചരിത്രത്തിൽ? മറിയാമേ നിനക്കറിയാമോ, മർത്തോമായിലെ മറുഭാഷ, പിന്നത് സത്യമായി, പിന്നത് പത്യമായി, പിന്നത് പെന്തക്കോസ്തായി. അവര് പറയാ ഇന്നലെ അവറാച്ചന്റെ മറിയാമ്മയുടെയും കൂടിന്റെ അവിടെ ഒരു മറുഭാഷയുടെ സൗണ്ട്. and the people, the other birds are telling, yesterday we saw somebody else, on the nest of this particular couple. Someone was groaning, someone was crying. എന്താണെന്ന് നോക്കാം. What is it? Let's go look at it. അവര് വന്നു. They came. ഒരാള് മാത്രം. A single sparrow. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് മറിയാമയാ. When they came closer, they realized it was Mariamma. പക്ഷെ ദേഹം മുഴുവൻ ചുമന്നിരിക്കുന്നു. But the blood, the body is now red. മറിയാമ എന്തോ പറ്റി? What happened to your body? ഇതെന്നെ രക്തം? Why the feather is all bloody? അവറാച്ചൻ? Where is Abraham? അയ്യോ, മറിയാമ പറഞ്ഞു ഇന്നലെ നടന്ന സംഭവം. Mary described what happened yesterday. ആലയത്തിന്റെ അരികും കൂടെ പോയി അവറാച്ചാനെ എന്നെയും കൂടെ പിടിച്ചോണ്ട് പോയി പാളയത്തിന് പുറത്ത് അറുത്തു. അവറാച്ചാന്റെ രക്തമായത്. Me and Abraham, we went closer to the temple, and there we were caught by the priest, and we were taken into the brook, and he was killed. His blood spilled on me. ഇത് വല്ലതും പറഞ്ഞ കുരുകലിന് മനസ്സിലാവും? Do you think that the birds will understand? The sparrows understand? ഒരു പക്ഷിയുടെ ദേഹത്ത് രക്തം കണ്ട മറ്റു പക്ഷികൾ എന്നെ എടുക്കും. If the birds see blood on other bird, what will they do normally? എന്തോ ചെയ്യും? You know what they'll do? കൊത്തും. They'll pick. യെസ്, ഇട്ട് കൊത്താൻ തുടങ്ങി. They started picking on her. എന്നാ കൊത്തുകൊള്ളുന്നതിന്റെ കാരണം? Why are you receiving? Why are you getting നിന്റെ picked by others? ദേഹത്ത് ചോരയുടെ അടയാളം ഉണ്ടെങ്കിൽ നിനക്ക് കൊത്തു കിട്ടും കേട്ടോ. You have blood on your body, you will be picked by other people. സ്തോത്രം. Hallelujah. കള്ളി പെന്തക്കോസുകാരത്തി എന്നാ You കാരണം? Pentecostal, you fraud. ഏത് കല്യാണത്തിന് എന്നാലും ഏത് ശവടക്കന് എന്നാലും എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കരയാതൊരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. I can tell you about my own mother from her home. Every time she goes there, she always come back in tears because of the mockery. ചോരയുടെ അടയാളമുള്ളവൻ എപ്പോഴും കൊത്തു കിട്ടും. Everyone who has this blood stain on you, and you will always be picked by other people. വിശ്വാസത്തിന്റെ പേരിൽ കൊത്തുകൊള്ളുന്ന ചിലർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. Maybe there are people listening me tonight because of your faith. നീ പേടിക്കരുത്. Don't worry, don't be afraid. യേശുവിന്റെ ചോര നിന്റെ മേലുള്ളത് കൊണ്ടാ കൊത്തു കിട്ടുന്നത്. It's because you have the blood of Jesus on your body. That's the reason you've been picked by others. എന്നേക്കുമായിട്ട് കുരുകിൽ വീട് വിടുകയാ. And forever this sparrow leaves the nest and the company. എണയും പോയി കൂടും പോയി. I lost my nest, I lost my company. നമ്മുടെ അപ്പച്ചന്മാര് പാടിക്കൊണ്ട് വരുന്ന പാട്ടുമൊക്കെ പാടി വരുവാ. നാട് വിട്ടു, വീട് വിട്ടു, നാമതയ കൂട്ടം വിട്ടു. And like our forefathers, they sang, we left our home, we left our company, we left our society, everything we knew, everything that was familiar, we left behind. ആര് സഹായിക്കും? Who will help? ആര് സംരക്ഷിക്കും? Who will protect? ആര് ഇൻഷുറൻസ് തരും? Who would give insurance? ഉള്ളിൽ ഒരു ധൈര്യം, തീരെ ബലഹീനരായി കിടന്നാലും ചാരും ഞാൻ എൻ്റെ But യേശുവിന്റെ deep മാർവിൽ. inside there is a courage. Even though my outward body is so weak, I will lean on the everlasting arms of my Lord. നഷ്ടപ്പെട്ട കുരുകിൽ, വീട് നഷ്ടപ്പെട്ട കുരുകിൽ. And the sparrow that lost a partner, the sparrow that lost the nest, തളർന്നു പറക്കുക. and is flying weak. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. Not eaten anything since yesterday. വീണ്ടും അതിനൊരു വിചാരം. And he started rethinking. ആലയത്തിന്റെ അരികിലായ എൻ്റെ എണ നഷ്ടപ്പെട്ടു. I lost my partner near the dwelling place, near the church, near the temple. അവിടേക്ക് പറന്നു ചെല്ലുക. Why not let me go to the temple area? ചെല്ലുമ്പം ഒരു സ്ഥലത്ത് കുറച്ച് തീറ്റയും വെള്ളവും ഇരിക്കുന്നു. When he went near the dwelling place or the temple of the Lord, it found some feed and water. എവിടാ അത്?
Where is this place? ആലയത്തിന്റെ പ്രാകാരമാണ്. It is the outer court of the temple. എന്താ പ്രാകാരത്തിന്റെ പ്രത്യേകത? What is special about the outer court? യഹൂദന്റെ ഏത് കണ്ടത്തിൽ വിളവുണ്ടായാലും അതിന്റെ ആദ്യ ഫലം വരുന്ന സ്ഥലമായി പ്രാകാരം. In the field of any Jew, if they had their first harvest, they will bring the token of it into the temple area. തളർന്നു പറന്നു വന്ന കുരുകിൽ അങ്ങോട്ട് പറന്നു. And this little sparrow that is so weak, it flew near the grain. കഴിക്കാനായിട്ട് തുടങ്ങുക. It started eating, picking on. പുരോഹിതൻ ഓടിക്കാൻ വന്നു. And the priest came to chase the bird away. പക്ഷെ ഓടിച്ചില്ല. But did not chase it away. കാരണം എന്താണെന്നറിയാവോ? You know why? അതിന്റെ ദേഹത്ത് രക്തമടയാളമുണ്ട്. Because the priest saw the blood. Yes, അതിന്റെ ദേഹത്ത് രക്തമടയാളമുണ്ട്. Oh, it had the blood on it. ഇന്നലെ നിനക്ക് കൊത്തു കിട്ടി അതേ ചോര ഇന്ന് നിന്റെ കരുതലിന്റെ ചോരയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ, അവന്റെ പുത്രന്റെ രക്തം. Yesterday you were picked by your neighbors and your friends, but today you found a safety place in the house of the Lord. Hallelujah. Because of the blood. ഈ കരുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ ആലയത്തിൽ How many of you experienced the provision? രക്തത്താലുള്ള എല്ലാ കരുതലുകളും അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരല്പസമയ ശക്തിയോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കാണുന്നു. The provision and the advantage of the blood of Jesus. Why not give the Lord a shout of praise tonight? കൂട്ടുകുടുംബക്കാർ ഫ്രിട്ടരായി തള്ളിയിടും, കൂട്ടു സഹോദര ഫ്രിട്ടരായി തള്ളിയിടും. പക്ഷേ എന്തു മനോഹരഹന്ത ചിന്തിക്കുന്നിൽ സന്തോഷ ദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും. Yes, you've been despised by your family, rejected by your company and your friends, but how wonderful it is to know that you are in the house of the Lord. ആരെല്ലാം നിന്നെ റിജക്റ്റ് ചെയ്താലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ദൈവാലയം. Doesn't matter whoever rejects you, but there is a place where God will embrace you. That is the dwelling place of God. ഇത് കരുതലിന്റെ സ്ഥലമാണ്. This is a place of providence. എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട് ദൈവസന്നിധി കരുതലിന്റെ സ്ഥലമാണ്? How many of you can be sure that the house of the Lord is my safety zone? അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അവഗണിച്ചാട്ടി ഇറക്കി വിട്ടാലും എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അവൾ ഉറക്കെ പറഞ്ഞു, എൽറോയി, ഈ പകൽ ഉറക്കെ പറ, കരുതുന്ന ദൈവം. Hallelujah. When Hagar was kicked out of the house of Abraham and she went into the wilderness and she said, God who sees me sees here, and she called that place El Roi, God sees me here. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതൽ വെളിപ്പെടുവോ? Do you think God will provide for your children? ഈ ഉപവാസം ചില കരുതലുകൾ വെളിപ്പെടുന്ന പ്രാർത്ഥനയാണ്. I pray that this fasting is going to be a time where some provisions will be revealed. ഉറപ്പുള്ളവരൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Come on, praise God tonight. ശബാരാധന പോരാ, ശബ്ദം ഉയരട്ടെ. Come on, raise your voice. ദൈവിക കരുതലുകളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? Thank God for the provisions of God. എന്നോട് ശക്തമായി എന്റെ ചെവി ഞാൻ കേൾക്കുന്ന ദൈവ ശബ്ദമാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരാടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. No eye see, no ear heard what the Lord has prepared for those who love Him. അസാധാരണമായ ചില ദൈവിക കരുതലുകൾ ഈ രാത്രി നിന്റെ യാഗപീഠത്തിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. Hallelujah. Some supernatural things God has prepared for you on your altar. Yes, ആരാധന. എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തമേറിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിൽക്കുക. ആരാരകൾ ഘടകനാഥന അത്ഭുതത്തിന്റെ കരുതൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിക്കോ. I feel such an awesome presence of the Lord in this place. Some families are going to experience a miraculous provision of God in your life. ക്യാരംസ് ബോർഡിലെ കട്ടയിട്ട് തട്ടുന്നത് പോലെ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാൻ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഏത് പദ്ധതി ഒരുക്കിയാലും ഇന്ന് രാത്രി സ്വർഗം പറയുക അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയോ.
Hallelujah. The enemy wants to toss you, kick you from this place to that place. But the word of God is telling you, because he cares for you. Hallelujah. Hallelujah. Because the Lord cares for you. ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? How many of you can praise God tonight? ഈ രാത്രി ഒരു വലിയ കരുതൽ ദൈവം. ഓ ശകാര. Tonight is a night of protection. എല്ലാ ദൈവമക്കളും അല്പസമയം നാം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു. Everybody open your mouth and praise God for ഈ some time. യാഗപീഠത്തിൽ ചില കരുതലുകൾ സ്വർഗ്ഗം ഒരുക്കുന്നത് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുക. കോരപുത്രന്മാര് പറഞ്ഞു, Sons of Korah said, ആലയം ജീവൻ തരുന്ന സ്ഥലവാ. this is a place that God's house gives life. അതേ സഭായോഗത്തിൽ കുരികില് സാക്ഷ്യത്തിന് പറഞ്ഞു. And that same worship service, the sparrow has a testimony. ഓ ആലയം കരുതൽ തരുന്ന സ്ഥലവാ. Oh, house of God is a place of safety and provision. അപ്പോ തൊട്ടപ്പുറത്തിരുന്ന മീവൽ പക്ഷി. And the bird that was on the other side. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ദേശാടന പക്ഷിയാ. It's just a wandering bird. കൊക്കും മീവൽ പക്ഷിയും മടങ്ങി വരവന്റെ കാലം അറിയും. ദേശാടന പക്ഷികളാ. They just go from the transmigration birds. ധാന്യം മാത്രം കഴിക്കുന്നവരല്ല. They not only eat just the grain, എന്ത് കിട്ടിയാലും കഴിക്കും. they eat anything they get. അവർക്ക് ഒരു ലീഡറേ ഉള്ളൂ. They only have one leader. മാറിക്കൊണ്ടിരിക്കും. Leaders change. ലീഡർ തളരുന്നിടം വരെ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. And until he gets really tired, the leader is actually going up in the front. ഒരു ലീഡർ പോകുമ്പോൾ അടുത്ത ലീഡർ മുന്നിൽ വരും. When one leader retires, the other leader comes to the front. അവരിൽ നിന്നാ ശരിക്കും ചാബുപക്ഷി സങ്കല്പം ഉണ്ടായത്. ചാബുപക്ഷി സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറക്കും. ഏതേലും ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് ചെന്നിരിക്കും. അപ്പം ഏറ്റവും മേളിൽ ഒരു കൊമ്പ് അവരൊഴിച്ചിടും. കൊച്ചുപക്ഷിയൊക്കെ അവത്തെ കയറിയിരിക്കാൻ തോക്കുക. മറ്റു പക്ഷികൾ കൊത്തിയിറക്കും. കാരണം എന്നാണെന്നറിയോ? തങ്ങൾക്ക് മുമ്പായിട്ട് ഒരുവൻ പറന്നു ഏതോ വേടൻ്റെ അമ്പേലോ ഏതോ ലൈൻ കമ്പിയിലോ തട്ടി ആ പക്ഷി ഭൂമിയിൽ ഇല്ലാതായതിൻ്റെ നന്മയാണ് ഇന്നവരനുഭവിക്കുന്ന ഈ ബ്രാഞ്ച്. അതുകൊണ്ട് ആ കൊമ്പൊഴിച്ചിടും ചാവു പക്ഷിക്ക് വേണ്ടി. There is this understanding that these birds, when they go some more, one day they probably come to a tree and rest. But on the top branch, they leave a top branch vacant. No one will be allowed to go sit on the top of it. Maybe young ones probably wants to go sit on it, but they would not. They would just kick them out of that. No one is allowed to go because they leave that branch just vacant. It is in remembrance of a leader that probably died on the way, or the hunter probably killed it. Just in remembrance, in honor of that, they keep that branch open. ഇവരെ യഹൂദന്മാർ കണ്ട പാട്ട കൊട്ടി ഓടിക്കും. കാര്യം ഇവർ ധാന്യം മാത്രം തിന്നുന്നവരല്ല. എന്തോ കണ്ടാലും അത് നിമിഷങ്ങൾക്കകത്ത് അവർ പൂർണ്ണമായിട്ട് അവരുടേതാക്കാറുണ്ട്. Because what happens to these birds, actually, they not only eat just grain, they eat anything that they get. So the Jewish people, when they see these birds, they'll chase them away. ഇവരെ വയല് കണ്ട അന്നേരം ഒരാൾ കളകള ശബ്ദം പുറപ്പെടുവിക്കും. എല്ലാവരും കൂടെ അവിടെ ഇരിക്കും. They see a field, one would make a sound, all of them will come together and finish it. പിന്നെ ടീം വർക്കായി, പിന്നെ പരസ്യയോഗമായി, പിന്നെ ആകപ്പാടെ മാസയോഗമായി. എന്തോ വയല് കണ്ട അന്നേരം അവരത് സ്വന്തമാക്കി. Anytime they see a field, they make it their own. ഇപ്പൊ വയല് കണ്ടാൽ now what happens, they see the field, ജില്ലാ കമ്മിറ്റി കൂടും, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടും, പിന്നെ താലൂക്ക് കമ്മിറ്റി കൂടും. എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് വരുമ്പോഴത്തേന് വയലും കൊണ്ട് പോണ്ടവർ പോകും. സ്തോത്രം. So what happens now, when they see a field, they wanted to hold on a committee and then investigate it. By the time they're done, somebody will take the field and go. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരിങ്ങനെ പറന്നു വരുമ്പം, so when these birds come flying, ഈ കാർപ്പറ്റ് ചുവന്നിരിക്കുന്നത് പോലൊരു തോടിങ്ങനെ ചുവന്ന് കിടക്കുക. they probably come, they see a stream that is actually red color flowing. ഏത് തോടാന്നറിയാവോ ഇത്? You know what brook is this? കിത്രോൻ തോടാ. This is actually the Kidron brook. എന്നാ കാരണം? You know what's happening? അത് യാഗരക്തം ഒഴുകുന്ന തോടാ. Because that's a stream where all the blood from the altar comes. ഒരാൾ കളകള ശബ്ദം പുറപ്പെടുവിച്ചു. എല്ലാവരും കൂടി ഇരുന്നു കുടിച്ചു നോക്കി. ഒന്നാം തരം രക്തം. They came
And one person made a noise and all the birds came. They started tasting the water. അവരത് കുടിച്ചേച്ച് They drank it. തീർത്തച്ച് പോകാൻ നിൽക്കുക. They wanted to finish it and go. എവിടെ തീരാനാ? This is not ending. ആരാധന നടക്കുന്നിടത്ത് വചനമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. You see, wherever there is worship, the word is actually flowing. അടുത്ത സെഷനിൽ ഞാൻ കുഞ്ഞുങ്ങളോടാ കൂടുതൽ സംസാരിക്കും. Next session I'm going to children, young people a lot. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഞാൻ നിങ്ങളോട് I want to സംസാരിക്കും. talk to you about the Holy Spirit. ഇന്ന് രാത്രി നിങ്ങളെ വ്യത്യസ്തമായ തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുമെന്ന് എനിക്ക് I ഉറപ്പാണ്. believe the Lord will lead you to a very special place tonight. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരിത് തീർത്തച്ച് പോകാൻ നോക്കുകയാണ്. And these birds are trying to finish this and go. തീരുന്നില്ല. But it's not ending. അവര് തമ്മിൽ ചോദിച്ചു, They're talking to each other. നമ്മൾ എന്തിനാ കിടന്ന് ഇനി അലയുന്നത്? Why are we flying? Why are we kind of wandering? നമുക്ക് നമ്മുടെ പിള്ളേർക്കുള്ള രക്തം ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാത്തിനാ? We have plenty of blood here for us and our kids. പുരോഹിതന് ഇവരെ ഓടിച്ചില്ല. The priest did not chase them away. കാരണം എന്താ? You know why? ഇവര് വരുന്നതിന് മുമ്പ് വരെ ആളുകൾ നിന്ന് ആ തോട് ക്ലീൻ So ചെയ്തുകൊണ്ടിരുന്നത്. before these people showed up, people they were cleaning it. പുരോഹിതൻ ഇവരെ അനുവദിച്ചു. And the priest allowed them to remain there. അവർക്ക് കരുതൽ, കുഞ്ഞുങ്ങൾക്ക് പുരോഹിതന് ലാഭം. So for them this is provision, for the priest of course he's saving some money. അടുത്ത സഭായോഗത്തിൽ ഇവർ 3 പേരും ഉണ്ട്. And in next worship service all 3 of them are there. ആരൊക്കെ? Who are all? കോരപുത്രന്മാരുണ്ട്, The sons of Korah, കുരുകിലുണ്ട്, the sparrow, മീവൽ പക്ഷി. and the birds here. പാസ്റ്റർ സാക്ഷിക്ക് അവസരം കൊടുത്തു. And the pastor gave opportunity for testimony. കോരപുത്രന്മാർ പറഞ്ഞു, And the sons of Korah said, ഈ ആലയം ഞങ്ങളുടെ ശാപം മാറ്റി ജീവൻ തന്ന സ്ഥലമാ. this house is a place where God gave us life and removed death from us. അടുത്ത പാട്ട് പാടിക്കൊണ്ട് കുരുകിൽ എഴുന്നേറ്റു പറഞ്ഞു, And the sparrow sang the song and for testimony stood up. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാമെന്ന് നിന്റെ ശക്തിയോ കരുതൽ തരുന്ന സ്ഥലമായത്. This is a place of providence for us and we are strong here in your temple. അപ്പം മീവൽ പക്ഷി പറഞ്ഞു, And the bird will come and ഒരു migrant bird will say, സങ്കേതം നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ചെറുകുരുകിലിനും മീവൽ പക്ഷിക്കും. ഞാൻ ചോദിച്ചെന്താ കാര്യം? നേരം പറഞ്ഞു, അലഞ്ഞു നടന്ന അഡ്രസ് ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് ഇന്ന് അഡ്രസ് കിട്ടിയത് ഈ ആലയത്തിൽ വന്നതുകൊണ്ട്. and we were just wandering birds and nobody cared for us, but now we found an address. We were established here in the temple of the Lord. എന്റെ വല്യപ്പൻ റാന്നിയിൽ നിന്ന് വലിയ വെള്ളി വിട്ടേച്ച് കറുത്ത പുസ്തകം എടുത്തപ്പോ വല്യപ്പന്റെ അപ്പം പറഞ്ഞു, നീയും നിന്റെ പിള്ളേരും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. When my grandfather left the cathedral in Rani and the people said, you will be destroyed, your family will be nothing. മുടിയാനുള്ള വഴിയല്ല അവര് ചെയ്ത്. എല്ലാവർക്കും 9 ഏക്കർ കൊടുത്തപ്പം ഞങ്ങൾക്ക് വഴിയില്ലാത്തടത്ത് 3/4 ഏക്കർ കിട്ടി. അപ്പച്ചന് മനസ്സിലായി അവിടെ കിടന്ന അത് ഇല്ലാതാകുമെന്ന്. അതുകൊണ്ട് കിട്ടിയത് ആ സഹോദരന് കൊടുത്തേച്ച് അവിടുന്ന് അത്തിക്കത്ത് കുടിയേറിയതാ. And then when my great-grandfather, distributed the land, everybody got 9 acres of land because we embraced Christ and followed. We were giving less than 1 acre of land with no approach road to that. So they left everything and left the place and moved to another area. പക്ഷെ കഴിഞ്ഞ ദിവസം 1500 കുടുംബക്കാരുള്ള കണ്ണങ്കര കുടുംബത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അനീഷ് പാസ്റ്ററൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമാണ്. So our family gathering we had, and our family, when we had a family reunion, and our family people, they said, the leaders, they said, Pastor Anish is actually, we are proud of him. Our family should be proud of him. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കരുതലുണ്ട്. There's a provision here. ഇവിടെ നിന്റെ തലമുറ അഡ്രസ് ഇല്ലാത്തവനല്ല. Here your child, your generation is not without address or identity. നിന്റെ വായിലാക്കി എൻ്റെ വചനം പറ. നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ചേർന്ന് പറയാൻ ധൈര്യമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് പറ. എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ഇത് അഡ്രസ് തരുന്ന സ്ഥലമാണ്. Your words will not depart from mine or my children and my children's children. Your word will never depart from our mouth.
You believe that? Declare it tonight. Lord, that will never happen. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കാം. Just one more thing and I want to pray. കോരഹപുത്രന്മാർക്ക് ആലയത്തിൽ ജീവൻ മാത്രമേ കിട്ടിയുള്ളൂ. You know, sons of Korah received only life in the house of God. കുരികിലിന് കരുതൽ മാത്രമേ And കിട്ടിയുള്ളൂ. the sparrow received, care in the house of God. മീവൽപക്ഷിക്ക് തലമുറയ്ക്ക് ശരണം മാത്രമേ The കിട്ടിയുള്ളൂ. migrant bird received only a refuge in the place. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നിനക്ക് ജീവൻ കിട്ടിയില്ലേ, നിനക്ക് കരുതൽ കിട്ടിയില്ലേ, അത് പോരാഞ്ഞിട്ട് നിന്റെ തലമുറയോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? Dear child of God, washed by the precious redeemed precious blood of the Lamb, did you not receive life? Did you not receive provision and care? But God also said, your children's children will be taken care. അങ്ങനെയാണ് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവസന്നിധിയാണെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റും? How many of you can say the greatest blessing in my life, the love that I speak about, is the presence of God? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? Come on, everybody, stand in the presence of God tonight. അവരെല്ലാരും കൂടെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. There's a song they all sing together. ഇവിടുത്തെ കുറച്ച് വന്നൊന്ന് പാടാൻ പറ്റുമോ? I'm going to ask you in the choir, will you please come? Yes, അവരെല്ലാരും കൂടെ പാടുന്ന ഒരു പാട്ടുണ്ട്. There's a song they all sing together. ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത്, remembering the provision and the care of God. ദൈവത്തിന്റെ വിടതെ നന്മകളെ ഓർത്ത്, Thinking about the goodness of God. ദൈവിക ജീവനെ ഓർത്ത്, About the life of God. തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികളെ ഓർത്ത്, And thinking about the plan of God for your generation. നീ അനാഥനല്ല, You are not an orphan. നീ അവഗണിക്കപ്പെട്ടവനല്ല, You are not forgotten. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan for you. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു God പദ്ധതിയുണ്ട്. has a plan for your generation. സാത്താനെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറ, എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. You can look at Satan and tell him, no, Satan, my God has a plan for my children. പറയാൻ പറ്റുന്ന ദൈവമക്കളൊക്കെ നാവ് തുറന്നുറക്കെ പറ. Everybody open your mouth and speak it. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan for my children. എന്റെ കുടുംബത്തിനകത്ത് ജീവൻ വ്യാപരിക്കൂ. And life will flow in my family. എന്റെ കുടുംബത്തിനകത്ത് ജീവൻ വ്യാപരിക്കൂ. Life will flow in my family.